Ladies and gentlemen, boys and girls, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ബാക്കിൽ വായിക്കാൻ പറ്റുന്നുണ്ടാവും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ ഗാന്ധിധാമിലാണ്. ഗാന്ധിധാമിൽ നിന്നും കേരളത്തിലേക്ക് ഒരു യാത്ര തുടങ്ങാൻ പോവാണ്. ഗാന്ധിധാമിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര എന്ന് പറയുമ്പോൾ ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ്സിനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമുക്ക് സ്റ്റേഷനുള്ളിലേക്ക് പോകാം. ഒരു വെറൈറ്റി വണ്ടി. അപ്പോൾ ഇതാണ് ഗാന്ധിധാം റെയിൽവേ സ്റ്റേഷൻ. നല്ല മഞ്ഞുണ്ട്. മഞ്ഞും ലൈറ്റും എല്ലാം കൂടി ആകുമ്പോൾ വല്ലാത്ത ഇതാണ് വെളിച്ചം വരുന്നത്. ഇതാണ് ഗാന്ധിധാം. നമുക്കിവിടുന്ന് 4:50 പുറപ്പെടുന്ന ഗാന്ധിധാം തിരുനെൽവേലി എക്സ്പ്രസ്സിനാണ് നമ്മുടെ യാത്ര. ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ്സാണ് നമ്മുടെ യാത്ര. അത് അങ്ങേ അറ്റത്തുള്ള ഏതോ പ്ലാറ്റ്ഫോമിലാണ് കൊണ്ടുപോയിടുകയും ചെയ്തിരിക്കുന്നത്. 1-ലൊന്നും കൊണ്ടുവന്നിട്ടില്ല അമ്മമാർ, അത് 3-ലാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പിന്നെ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ പോകണം. എന്നാൽ പിന്നെ പതുക്കെ സ്റ്റേഷനുള്ളിലേക്ക് പോട്ടെ, ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഞാൻ ഇന്നലെ ഇവിടെ റിട്ടയറിംഗ് റൂമിലായിരുന്നു തങ്ങിയത്. പിന്നെ താക്കോല് തിരിച്ചു കൊടുക്കണം. റിട്ടയറിംഗ് റൂമിൻ്റെ താക്കോല് ഇവരിവിടെ ഹെഡ് എക്സാമിനേഴ്സ് TTEയുടെ ഓഫീസിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സമയം ഇപ്പോൾ 4:25 നമുക്കൊരു 25 മിനിറ്റ് കൊണ്ട് നമ്മുടെ വണ്ടി പുറപ്പെടാൻ. നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 3-ൽ പോയിട്ട് നമ്മുടെ ലോക്കോ ഏതാണെന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ കോച്ചിലേക്ക് വരാം. അപ്പോൾ അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടം മുതൽ, അതായത് ഗാന്ധിധാം മുതൽ അഹമ്മദാബാദ് വരെ എനിക്ക് B4-ലാണ് ടിക്കറ്റ്. കാര്യം ഞാൻ സെപ്പറേറ്റ്ലി എടുത്ത ടിക്കറ്റാണ്. അഹമ്മദാബാദ് മുതൽ ഷൊർണൂരിലേക്ക് എനിക്ക് B12-ലാണ് ടിക്കറ്റ്. ഈ B12-ൻ്റെ കാര്യം പറയുമ്പോൾ അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഹമ്മദാബാദ് മുതൽ ഷൊർണൂർ വരെ ടിക്കറ്റ് ഇപ്പോഴും RAC ചെയ്യണം. അത് ഞാൻ ബുക്ക് ചെയ്തപ്പോഴും RAC ആയിരുന്നു, അത് ഇപ്പോഴും RAC ചെയ്യണം. അപ്പോൾ അത് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് കണ്ടറിയണം. നമുക്ക് എന്തായാലും നേരെ പ്ലാറ്റ്ഫോമിലേക്ക്, ഇവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട്, എസ്കലേറ്റർ കയറി പോകാം. അപ്പോൾ എല്ലാവർക്കും ഗാന്ധിധാമിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ വണ്ടിയുടെ AC കോച്ചിലൊക്കെ ഹംസഫർ ലിവറി തന്നെ ഉള്ളത് കേട്ടോ. ഹംസഫർ കോച്ചസ് തന്നെയാണ്. എൻ്റെ കോച്ച് അപ്പുറത്താണ്, B12. B11 നമ്മുടെ ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് B12. ഇതാണ് ഫൈനലി എൻ്റെ കോച്ചാവേണ്ടത്. ഹംസഫർ ലിവറി തന്നെയുള്ള കോച്ചാണ്. വാത്താനക്കുളി 3 tier. ഇത് 181061C ആണ് നമ്മുടെ കോച്ച്. ഇതാണ് ഞാൻ ഫൈനലി യാത്ര പോകുന്ന കോച്ച്. ഇപ്പം ഞാൻ B4-ലാണ്. കാരണം നമുക്ക് ലോക്കോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ ഞാൻ നടന്ന് ഫ്രണ്ടിലെത്തുന്നു. ഈ വണ്ടിക്ക് 7 സ്ലീപ്പർ ക്ലാസ് കോച്ചും 12 AC 3 tier-ഉം 2 ജനറേറ്ററും ഒരു പാൻട്രി കാറും ഉള്ളത്. പിന്നെ ഹംസഫർ എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ജനറൽ കമ്പാർട്ട്മെൻറ്റുകളില്ല. ഈ വണ്ടിക്കൊരു പ്രോപ്പർ ബോർഡില്ല. ജസ്റ്റ് ചുമ്മാ ഹംസഫർ എന്ന് എഴുതി ഗാന്ധിധാം തിരുനെൽവേലി അത്രേ ഉള്ളൂ. നല്ലൊരു ബോർഡ് പോലും ഇല്ല. ഇത് വെസ്റ്റേൺ റെയിൽവേയുടെ സ്റ്റാൻഡേർഡാണ്. അവർ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലോക്കോ എന്ന് പറയുന്നത് വഡോദര ഷെഡിൻ്റെ ഒരു P7 ആണ്. ഹൈ റൈസ് പാനാണ്. കണ്ടോ, തോട്ടി വെച്ചിരിക്കുന്ന പോലെ മോളോട് പാൻറ്റോഗ്രാഫി ഇരിക്കുന്നുണ്ടോ. 37382 വഡോദര ഷെഡിൻ്റെ വാപ്പ് 7 ആണ് ഇന്ന് നമ്മുടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ 37382 വാപ്പ് 7. വഡോദര അല്ല, വൽസാഡ് ഷെഡിൻ്റെയാണ്. സൈഡിൽ വഡോദര എഴുതിയിട്ട് ഫ്രണ്ടിൽ വൽസാഡ് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് വഡോദരയിൽ ട്രാൻസ്ഫർ ആയിരിക്കും. ഇതാണ് നമ്മളെ വർക്ക് ചെയ്യാൻ പോകുന്ന ലോക്കോ. പിന്നെ എനിക്ക് ഹൈ റൈസ് പാൻറ്റോ കാണുമ്പോഴൊക്കെ ചിരിയാണ് വരുന്നത്. ഒരുമാതിരി തോട്ടി കൂട്ടിക്കിട്ട് വെച്ചിരിക്കുമ്പോഴുള്ളത്. ഓട്ടോ ഇട്ടസ് നമുക്കെന്നാൽ പതുക്കെ നമ്മുടെ കോച്ചിലേക്ക് തിരിച്ചു നടക്കാം. നമ്മുടെ കോച്ച് B4 എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറകിലാണ്. B4-ഉം B12 ആയതുകൊണ്ട് നമുക്ക് TTയോട് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് മാറിയിരിക്കാം. അതിനെക്കാട്ടും നല്ല എനിക്കൊന്നും ഞാൻ അവിടെ പോയിട്ട് B4 തന്നെ പോയി ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു നല്ലത്. ഇപ്പുറത്തൊരു വാപ്പ് 5 കിടക്കുന്നുണ്ട്, 30090 വഡോദര ഷെഡിൻ്റെ. ഇത് ഏത് ട്രെയിനാണെന്നറിയില്ല. ഇതും ഈ പറഞ്ഞ തോട്ടി കുട്ടി പോലെയാണ് OH. ഈ OH കാണുമ്പോഴൊക്കെ ചിരി വരും. ഈ OH കാണുമ്പോൾ ചിരി വരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ മാത്രമാണ് ലോകത്തെ സ്ഥിരമായിട്ട് ഹൈ റൈസ് പാൻറ്റ് ഉപയോഗിക്കുന്ന ഒരു രാജ്യം കേട്ടോ. ഇത് നമുക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യം സ്റ്റോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത് ഈ ഹൈ റൈസ് പാൻറ്റോ. ബാക്കി രാജ്യങ്ങൾ, അതായത് ഇതിനു മുമ്പ് ബ്രിട്ടനിലോ മറ്റോ ട്രാമുകളിലാണ് അവർ ആകെ കൂടി ഹൈ റൈസ് പാൻറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അതല്ലാണ്ട് റെഗുലറായിട്ട് ഹൈ റൈസ് പാൻറ്റ് ഉപയോഗിക്കുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. അത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ടെക്നോളജിക്കൽ ഇതാണ്. ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി ആണ് നമ്മൾ ഈ ഹൈ റൈസ് OH ഡെവലപ്പ് ചെയ്തതും ഹൈ റൈസ് പാൻറ്റോ ഇന്ത്യക്ക് വേണ്ടി സ്റ്റോൺ എന്ന് പറഞ്ഞ കമ്പനി ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത്. ഈ പ്ലാറ്റ്ഫോമിൽ ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു, B5-യുടെ ഓപ്പോസിറ്റായിട്ട്. അപ്പുറത്താണ് B4 വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കോച്ചിലേക്ക് കയറാം. കോച്ചിലേക്ക് കയറിയിട്ട് അവിടെ ഇരിക്കാം. TT ഒക്കെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ B12-ലേക്ക് പോകാം. ഇത് 181151C ആണ്. ഇത് നമുക്കിനകത്ത് കയറി ഇരിക്കാം. അപ്പോൾ എന്തായാലും B4 പുതിയ യാത്രയല്ലേ, വലതുകാലം വെച്ചാൽ കയറിയേക്കാം.
ഇതാണ് നമ്മുടെ കോച്ച്. ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം. സമയമായി. നമ്മൾ സ്റ്റാർട്ടർ തരായിട്ടില്ല, സ്റ്റാർട്ടർ കൊണ്ടിട്ടാണ്. കാര്യം എനിക്കതിന് അപ്പുറത്തെ കൂടെ നമ്മുടെ കച്ച് എക്സ്പ്രസ്സോ സയാജി നഗർ എക്സ്പ്രസ് ഏതോ ഒരെണ്ണം അപ്പുറത്തെ കൂടെ കയറി വരുന്നുണ്ട്. ഒരു പാൻറ്റോ പോകുന്ന കാണാൻ പറ്റും. പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു നമുക്കിതൊരു സ്റ്റാർട്ടർ ആവാത്തത്. ആക്ച്വലി യാത്രാവണ്ടികൾ ഗാന്ധിധാം സ്റ്റേഷൻ വരെ ഉള്ളൂ. ഗാന്ധിധാം സ്റ്റേഷനിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് യാത്രാവണ്ടികൾ പോയി. നമുക്ക് പച്ച അടിച്ചു. ഗാന്ധിധാം സ്റ്റേഷനിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് യാത്രാവണ്ടികൾ പോയില്ല. അപ്പുറത്തെ സൈഡിലോട്ട് കാൻഡില പോർട്ടിലോട്ടുള്ള വണ്ടികൾ മാത്രമേ പോകുള്ളൂ. നമുക്ക് പച്ച സിഗ്നൽ അടിച്ചു കഴിഞ്ഞു. പച്ച ഫ്ലാഷ് തരുന്നില്ല. എന്നിട്ടും കൃത്യസമയമായ 4:50 നമ്മൾ പുറപ്പെട്ടു കേട്ടോ. സോറി, ഇല്ല, 4:51 പുറപ്പെട്ടു. 51:52 51:52 നമ്മൾ പുറപ്പെട്ടു. ഇനിയിപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് വണ്ടി മിയാനമലണ, ഇവിടുന്ന് പുറപ്പെട്ട് സംഖ്യാലി ജംഗ്ഷൻ അങ്ങനെ പോയിട്ട് വിരാംഗമി പോയി കയറും. വിരാംഗമിൽ നിന്ന് രാജ്കോട്ടിൽ നിന്ന് വരുന്ന ലൈനോട്ട് മേർജ് ചെയ്യും. അങ്ങനെ നേരെ സാബർമതി വഴി അഹമ്മദാബാദിൽ പോയി കയറും. ഈ റൂട്ട് ഞാൻ ഇന്നലെ നമ്മുടെ വന്ദേ മെട്രോണ് നമോ ഭാരതിന് യാത്ര ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ നല്ലൊരു സമയം നമ്മൾ ഇരുട്ടത്ത് പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നീട് വീണ്ടും മറ്റൊരു അവസരത്തിൽ നമ്മൾ ഗാന്ധിധാമിലേക്ക് വരുന്നുണ്ട്, നമ്മുടെ നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്. ഈ കിടക്കുന്ന ഗാന്ധിധാം പാലൻപൂർ എക്സ്പ്രസ് ആണ്. 30090 വാബ് 5 ആണ് ലോക്കോ. അപ്പം നമ്മളങ്ങനെ പതിയെ ഗാന്ധിധാം സ്റ്റേഷനിൽ നിന്ന് പുറത്താണ്. കച്ച് ജില്ലയിലുള്ള ഒരു നഗരമാണ് ഗാന്ധിധാം എന്ന് പറയുന്നത്. ഇവിടുന്ന് വലിയ ദൂരമില്ല റൺ ഓഫ് കച്ചിലേക്ക്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം ഞാൻ തീർച്ചയായിട്ടും അതിനു വേണ്ടി ഒന്നും കൂടി വരുന്നുണ്ട്. ഫാമിലിയായിട്ട് പറ്റുമെങ്കിൽ വരാം നമുക്ക് റൺ ഓഫ് കച്ചൊക്കെ കാണാൻ പോകാൻ. അപ്പോൾ നമുക്ക് വീണ്ടും ഗാന്ധിധാമിൽ വരാം. അപ്പുറത്ത് കിടക്കുന്നതാണ് ഭുജ് ദാദർ ഭുജ് സയാജി നഗർ എക്സ്പ്രസ്. അതിപ്പോൾ റിവേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ലോക്കോ കട്ട് ചെയ്തിട്ടുണ്ടാവും, ലോക്കോ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ വന്ന് ഭുജിലേക്ക് പോകുന്ന ട്രെയിനുകൾ ഗാന്ധിധാമിൽ വന്ന് റിവേഴ്സ് ചെയ്തിട്ടാണ് പോകുന്നത്. ബൈപ്പാസ് ലൈൻ ഉണ്ട്, പക്ഷേ ബൈപ്പാസ് ലൈൻ ഒരു ഫ്രൈറ്റിന് മാത്രം ഉപയോഗിക്കുന്നത്. ഗാന്ധിധാം ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. യാത്രാ വണ്ടികൾക്ക് ഇതൊരു ടെർമിനസ് ആണ്. പക്ഷേ ലൈൻ പിന്നെ ഫർദർ സൗത്തിലേക്ക് പോകും, നമ്മുടെ കാൻഡ്ല പോർട്ടിലേക്ക്. അപ്പോൾ ഇതിനെ ഇവിടെ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ലോക്കോ ചേഞ്ച് ആണ്. ഇവിടെ ഒരു P5 കിടക്കുന്നുണ്ട്. ഇത് കുറേ നേരമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ P5 നമ്മുടെ തോട്ടി പൊക്കി വെച്ചിരിക്കുന്ന പോലെ OH ഒക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. 30176 ആണ് ലോക്കോ നമ്പർ. ഇവിടെ നമ്മൾ റോളിംഗ് ഔട്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നേരം വെളുക്കുന്നിടം മുതൽ കാണാം. ഞാൻ പോയി കുറച്ച് നേരം കിടക്കാൻ പോകണം. ഇന്നലെ രാത്രി ആകെ ഒരു 3.5 മണിക്കൂറാണ് കിടന്നത്. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഇനി നമുക്ക് നേരം വെളുക്കുന്ന സ്ഥലം മുതൽ വീണ്ടും കാണാം. ഫോക്സ് മണി 7 ആകുന്നു. 6:56 എക്സാക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. സൂര്യൻ ജസ്റ്റ് പുറത്ത് വരുന്നതാണ്. മണി 7 ആവുന്നു, എന്നിട്ട് സൂര്യൻ പുറത്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റ് വളരെ നല്ലോണം വെസ്റ്റിലോട്ട് മാറുകയാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത് നേരം വെളുക്കാൻ. നമ്മളിപ്പോൾ ഏകദേശം ദ്രാങ്ദ്ര സ്റ്റേഷനടുത്ത് എത്താറായിട്ടുണ്ട്. ദ്രാങ്ദ്രയിലേക്ക് പതിയെ താമസിച്ച് നമ്മളെത്തും. നമ്മൾ ഇന്നലെ വന്ദേ മെട്രോ വരുമ്പോൾ ദ്രാങ്ദ്രയ്ക്ക് ഞാൻ കാണിച്ചായിരുന്നു. അതിന് മുമ്പുണ്ടായ എല്ലാ സ്റ്റേഷനും നമ്മൾ ഇരുട്ടത്ത് കടന്നുപോയി. ഇനി അങ്ങോട്ടുള്ള സ്റ്റേഷൻ മുതൽ നല്ല വെളിച്ചത്തിൽ കാണാം. നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ നമ്മളൊരു അമ്പലം പാസ് ചെയ്യണം. അത് ഭംഗിയുള്ളൊരു അമ്പലം പാസ് ചെയ്യണം. അപ്പോൾ നമ്മളേതോ സ്റ്റേഷനിൽ ജസ്റ്റ് ലൂപ്പ് വഴി റൺ ത്രൂ എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടായിരുന്നില്ല. ആക്ച്വലി നല്ല തണുപ്പുണ്ട്. പുറത്തോട്ട് നിൽക്കാൻ പറ്റുന്നില്ല. മറ്റേ ഈ മെറ്റലിനെ പിടിക്കാൻ പറ്റുന്നില്ല തണുത്തിട്ട്. ഞാനാണെങ്കിൽ ഈ ട്രിപ്പിന് ഗ്ലൗസൊക്കെ എടുക്കാനും മറന്നുപോയി. ഗ്ലൗസൊക്കെ വീട്ടിലിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിന് നമ്മൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഗ്ലൗസൊക്കെ എടുത്തുകൊണ്ട് വരണം. എന്നാലും നമുക്ക് ഏർലി മോർണിംഗ് വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ചന്ദ്രേട്ടൻ വീട്ടിൽ പോയിട്ടില്ല. ഇവിടെ എപ്പോഴും ചന്ദ്രേട്ടൻ ഉണ്ട്. ചെറുതായിട്ട് മുകളിൽ കിടക്കുന്നുണ്ട്. ചന്ദ്രേട്ടൻ വീട്ടിൽ പോകുന്നേ ഉള്ളൂ.
അപ്പോൾ മൊത്തത്തിൽ ഈ റൂട്ട് ഒന്നും കൂടി വരണം നമുക്ക്. കാരണം നമുക്ക് ഈ റൂട്ട് ഒരുപാട് വിഷ്വൽസ് മിസ്സായിപ്പോയി. നമ്മൾ ഇരുട്ടത്തായിരുന്നുകൊണ്ട് ഒരുപാട് വിഷ്വൽസ് മിസ്സായി. നമ്മൾ ഏകദേശം ധ്രാംഗ്ര എത്താറായി. അതിന് മുമ്പിലത്തെ ഒരു പാലമായിരുന്നു. പാലത്തിന് നടുക്ക് വെച്ചാണ് ഞാൻ ഡോർ തുറന്നത്. പാലത്തിന് മുകളിൽ വെച്ച് ഒരു ഫ്ലൈറ്റിനെ ക്രോസ് ചെയ്തായിരുന്നു. കറക്റ്റ് ആ സമയത്ത് ഒരു ചായക്കാരൻ വന്നായിരുന്നു. പിന്നെ ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ചിട്ട് നിന്നേക്കാന്ന് വെച്ചു. അഹമ്മദാബാദ് എത്തുന്നതിന് മുമ്പ് ഞാൻ കോച്ച് മാറും. ഞാൻ എൻ്റെ സീറ്റുള്ള മറ്റേ കോച്ചിലോട്ട് പോകും. ഞാൻ ഗാന്ധിധാം വിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയത്. ഒരു മണിക്കൂറോളം സുഖമായിട്ട് ഉറങ്ങി. മറ്റേ രാത്രിയിലാകെ 3.5 മണിക്കൂർ അങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉറക്കക്ഷീണം മാറി കിട്ടിയിട്ടുണ്ട്. ഈ ധ്രാംഗ്ര എന്തോ ഹിസ്റ്റോറിക്കൽ സിറ്റി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സ്ഥലങ്ങളെ പറ്റി ഞാൻ കാര്യമായിട്ടൊന്നും ഞാൻ റിസർച്ച് നടത്തിയില്ലായിരുന്നു ഇറങ്ങുന്നതിന് മുമ്പ്. കാര്യം ഈ ട്രിപ്പ് തന്നെ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും റിസർച്ച് നടത്താൻ പറ്റില്ല. ഇവിടെ ഞാൻ ദൂരെ നിന്ന് തന്നെ ഒരു കൊട്ടാരം പോലൊരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ ഇത് ഫ്രെയിമിലൊരു കൊട്ടാരം പോലൊരു സ്ട്രക്ചർ കാണാം. ഒരു ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള നഗരമാണെന്ന് വിശ്വസിക്കുന്നു. സംഭവം അറിയാം. നമ്മൾ ഓപ്പോസിറ്റ് ലൈനിലോട്ട് കയറി. ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവും നോക്കാം. ഹിസ്റ്റോറിക്കൽ നഗരം മാത്രമല്ല, ഗുജറാത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളെയും പോലെ ഇൻഡസ്ട്രിയൽ നഗരവും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഹംസഫർ എക്സ്പ്രസ് അങ്ങനെ ഏതോ ഒരു സ്റ്റേഷനോട് പ്രവേശിക്കുകയാണ്. ധ്രാംഗ്രയാണെന്ന് തോന്നുന്നു. എൻ്റെ അറിവിൽ ഇതൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. ഈ ജംഗ്ഷൻ ആയതുകൊണ്ടുള്ള തിരിയലാണോ ഇപ്പോൾ തിരിയാന്നറിയില്ല കേട്ടോ. എന്തായാലും അത്യാവശ്യം വലിയ യാർഡുണ്ട് ഇവിടെ. നമ്മളിവിടെ സ്വീകരിക്കാനായിട്ട് WDG4G നിൽക്കുന്നുണ്ട്. ഇതാണ് ധ്രാംഗ്ര ജംഗ്ഷൻ. ഇവിടെ ഗാന്ധിധാമിലൊരു ഡീസൽ ലോക്കോ ഷെഡുണ്ട്. അവിടെ ഇവരെ ബേസ് ചെയ്തിട്ടുണ്ട്. 49438 ആണ് ലോക്കോ. ഡീസൽ ലോക്കോ ഷെഡ് ഗാന്ധിധാം. അതാണ് ധ്രാംഗ്ര സ്റ്റേഷൻ. ആ ബിൽഡിംഗ് ആണ് നല്ല ഭംഗിയുണ്ട് കണ്ടോ. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റേഷൻ ബിൽഡിംഗ് ആണത്. നമ്മൾ ഇന്നലെ ഇതൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ ഇന്നലെ ഇരുട്ടത്ത് പാസ് ചെയ്തുകൊണ്ട്. ഇനി മാറ്റാനുള്ള പുത്തൻ സ്റ്റേഷൻ ബിൽഡിംഗ് ഇപ്പോഴത്തെ പണിയുന്നുണ്ട്. സമയം 7:15. അപ്പുറത്തെ സൈഡിൽ ഏതോ ഒരു ട്രെയിൻ എക്സ്പെക്റ്റഡ് ആണല്ലോ. ഒരു 165 നമ്പർ കണ്ടു. ഇനി ഒന്ന് ബാംഗ്ലൂർ ഗാന്ധിധാം എക്സ്പ്രസ് ആയിരിക്കണം. 165986 അല്ല 16506. അപ്പോൾ അത് KSR ബംഗളൂരു ഗാന്ധിധാം എക്സ്പ്രസ് ആയിരിക്കണം. സൗത്തിൽ നിന്ന് ഗാന്ധിധാമിലോട്ട് ആകെ 3 ട്രെയിനാണുള്ളത്. ഒന്ന് ബാംഗ്ലൂർ ഗാന്ധിധാം ഉണ്ട്, പിന്നെ നമ്മുടെ നാഗർകോയിൽ ഗാന്ധിധാമും, പിന്നെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുനെൽവേലി ഗാന്ധിധാമും. നമ്മുടെ പോയിൻറ്റ്സ് പൂർണ്ണമായിട്ട് കടന്നു എന്ന് തോന്നുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ പോയിൻറ്റ്സ് ഉണ്ടോന്നല്ല, കാരണം ആംബറായിരുന്നു നമ്മുടെ സിഗ്നൽ. അപ്പുറത്തൊരു ലോഡഡ് BOXN ട്രേക്ക് കിടക്കുന്നുണ്ട്. BOXN ആണ് BOSTS ആണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഇത് മാർക്കിംഗ് കവർ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ സ്ട്രക്ചറലി. അല്ല, പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. BOSTSന് പക്ഷേ ഒരു ഡോറും പിന്നെ അതുപോലെ ഹൈ സ്പീഡ് റെയിൽസാണ്. ഇത് ബോക്സിനാണ്. BOXN HL ആണ് അതിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പുറത്തൊരു ട്വിൻ WDG4 ഹോൾഡ് ഫ്ലൈറ്റ് ഉണ്ട്. ഇപ്പുറത്ത് ഇവൻ 60230 VAC 12B ഹോൾഡാണ്. ഇതൊക്കെ ഹൈ റൈസ് പാൻറ്റോ സെക്ഷനാണ്. നമ്മൾ മൊത്തത്തിൽ ഹൈ റൈസ് പാൻറ്റോ സെക്ഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ പാൻറ്റോസ് ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ഹൈ റൈസ് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് OH നല്ല പൊക്കത്തിലിരിക്കുന്നു കണ്ടോ. ഇപ്പോൾ ദ്രാങ്തരയിൽ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ സ്പീഡ് പിടിച്ച് തുടങ്ങുന്നു. ഇപ്പുറത്തെ സൈഡിലോട്ട് ഒരു ലൈൻ പോയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങോട്ടാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ നമ്മുടെ ഹൈ റൈസ് പാൻറ്റോനെ പറ്റി രാവിലെ പറഞ്ഞായിരുന്നു. സ്റ്റോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഹൈ റൈസ് പാൻറ്റോഗ്രാഫ്സ് ഡെവലപ്പ് ചെയ്തത്. ഈ ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ റെയിൽ ലെവലിൽ നിന്നും 7.5 മീറ്റർ പൊക്കത്തിലാണ് OH ലൈൻ നിൽക്കുന്നത്. അതായത് റെയിലിൻ്റെ ലെവലിൽ നിന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്റ്റ് വയറിലേക്ക് ഏകദേശം 7.5 മീറ്റർ 7.57 മീറ്ററാണ് ഹൈറ്റ് വരുന്നത്. അത് ഈ വേൾഡ്സ് ഹയസ്റ്റ് ആണ്. ഇത്രയും പൊക്കത്തിൽ ലോകത്ത് വേറെ എവിടെയും ഹൈ റൈസ് OH ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. സാധാരണഗതിയിൽ റെയിൽ ലെവലിൽ നിന്നും 5.5 മീറ്റർ 5.5 മീറ്റർ പൊക്കത്തിലാണ് OH ഇരിക്കുന്നത്. ഇത് 7.57 മീറ്ററാണ്. ഇപ്പോൾ 2 മീറ്റർ അഡീഷണൽ പൊക്കത്തിലാണ് OH കോൺടാക്റ്റ് വയർ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ വളരെ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത പാൻറ്റോഗ്രാഫ്സ് ആണ്. കാര്യം നമ്മുടെ ഈ സെക്ഷനിലെ ട്രെയിനുകൾക്ക് 110 kmph സ്പീഡ് അലൗഡാണ്. 110 kmph സ്പീഡും ഈ ഹൈ റൈസ് പാൻറ്റോഗ്രാഫും വെച്ച് പോകണം. അപ്പോൾ പാൻറ്റോഗ്രാഫ് മെക്കാനിക്കലി സ്ട്രോങ് ആയിരിക്കണം. അത് ഒടിഞ്ഞു പോകാനൊന്നും പാടില്ല ആ സ്പീഡിൽ പോകുന്ന സമയത്ത്. പിന്നെ വൈബ്രേഷൻസ് ഒക്കെ കൺട്രോൾഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ സ്പെഷ്യലി ഡിസൈൻഡ് പാൻറ്റോഗ്രാഫ്സ് ആണ്. ഷങ്ക് എന്നും സ്റ്റോൺ എന്നും പറഞ്ഞ 2 കമ്പനീസാണ് ഇന്ത്യൻ റെയിൽവേസിന് ഈ ടൈപ്പ് പാൻറ്റോഗ്രാഫ്സ് ഡിസൈൻ ചെയ്ത് നൽകുന്നത്. ഇങ്ങനത്തെ സെക്ഷൻസിൽ, അതായത് ഗുജറാത്തിലെ കുറേ സെക്ഷൻസിലും രാജസ്ഥാനിലും പിന്നെ അതുപോലെ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിലും ആണ് ഇങ്ങനത്തെ ഹൈ റൈസ് പാൻറ്റോസ് കാണുന്നത്. ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൽ ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇപ്രാവശ്യം എന്താ പറയുക, മറ്റേ ഗ്ലൗസ് എടുക്കാൻ ഭയങ്കര പണിയായിപ്പോയി. കാര്യം കൈ പുറത്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, നല്ല തണുപ്പ്. ഈ നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ തണുപ്പൊന്നുമില്ല കേട്ടോ. നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ അന്ന് അടിപൊളി ചൂടാണ്. എന്നാലും പ്ലസൻ്റ് കാലാവസ്ഥ. ഇപ്പോൾ ഇന്നലെയൊക്കെ അഹമ്മദാബാദിലും വഡോദരയിലൊക്കെ ഞാൻ കണ്ട കാലാവസ്ഥ വളരെ പ്ലസൻ്റ് ആയിരുന്നു. ഈ ഹൈ റൈസ് പാൻറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് നാട്ടിൽ കാണാൻ കിട്ടാത്തതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ്. ഹൈ റൈസ് പാൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഇത് കാണിക്കാനായിട്ട്. ഇപ്പോൾ ബസാഡ്വ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് പാസ് ചെയ്തിരിക്കുന്നത്. ആ ഫ്ലൈറ്റ് ഇവിടെ കിടക്കും. കാരണം ഇതിന് തൊട്ട് പുറകിലായിട്ട് നമ്മുടെ ബംഗളൂരു ഗാന്ധിധാം എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ അവനെ കടത്തി വിട്ടിട്ട് ഈ ഫ്ലൈറ്റിനെ കടത്തി വിട്ടു. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം 2 ലെയർ ക്ലോത്തിനടിയിലാണ് മൈക്ക് കിടക്കുന്നത്. അപ്പോൾ ഫോക്സ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ചെവി കടച്ച് വെച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാര്യം നല്ല തണുപ്പുണ്ട്. ഒരു സൈനസൈറ്റിസ് കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറയുക, വിരംഗമിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. രാവിലെ ഇൻട്രോയുടെ സമയത്ത് നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ മുഖം ഒന്ന് കാണിക്കാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ ഒന്ന് മുഖം കാണിച്ചേക്കാമെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ്, ഏർലി മോർണിംഗ് വിഷ്വൽസും ഹൈ റൈസ് പാൻറ്റോഗ്രാഫിൻ്റെ ഒക്കെ വിഷ്വൽസ് നന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബാക്കി വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. നമ്മൾ ക്രോസ് ചെയ്യുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. ബാംഗ്ലൂർ ഗാന്ധിധാം എക്സ്പ്രസ് ഒന്നും ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞിട്ട് അകത്ത് വരികയാണ് കുറച്ച് നേരം. കാര്യം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ മേടിച്ച് കഴിക്കാം. നല്ല വിശപ്പുമായിട്ടുണ്ട്. നേരത്തെ ഉണ്ടെന്നല്ല, ഗ്യാസ് കയറി തുടങ്ങി. ഹൈ റൈസ് പാൻറ്റോണ്, കണ്ടോളൂ. കൃഷ്ണരാജപുരത്തിന് 37703 ആയിരുന്നു. ഇത് സ്റ്റാൻഡേർഡ് ഹംസഫർ കോച്ചാട്ടോ. ഹംസഫർ കോച്ച് സാധാരണ MC ബിൽഡ് ഹംസഫർ കോച്ചാണ്. അപ്പോൾ സ്ഥിരം ഹംസഫർ കോച്ചിന് ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് ഇതിനകത്തുള്ളത്. 3 ഇതായിട്ടുള്ള ബർത്ത് ഉണ്ട്. പിന്നെ അതുപോലെ സൈഡ് ലോവർ ബർത്തിന് ഒരു എക്സ്ട്രാ ഇതുണ്ട്, മറ്റേ ബെഡുണ്ട്. അതെടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. സാധാരണ ഹംസഫർ കോച്ചുകൾ പോലെ തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ എക്സ്ട്രാ ബെഡ്. ഈ സാധനം ഇതിങ്ങനെ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിന് മുകളിൽ ഇട്ടിട്ട് സുഖമായിട്ട് കിടക്കാം. ഇതാണ് ഈ കോച്ചിന് ഇൻറ്റീരിയേഴ്സ് കാണിച്ചില്ല, അതിന് ആരും പറയണ്ട. ഇതിൻ്റെ മുകളിലത്തെ ആ എക്സ്ട്രാ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഞാനിതിലാണ് കുറച്ച് നേരത്തെ കിടന്നത്. ഞാൻ വൃത്തിയാക്കി വിട്ടിട്ട് പോയതാണ്. കണ്ടോ, അതിനകത്ത് എക്സ്ട്രാ ആ സാധനം മുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്കലത്തെ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല, സുഖമായിട്ട് ഉറങ്ങാം. അപ്പോൾ ഇവിടുത്തെ സെക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് 110 ആണ്. അപ്പോൾ നമ്മളൊരു 107, 108 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളാം.
നമുക്ക് അഹമ്മദാബാദ് കഴിഞ്ഞാൽ പിന്നെ 130 ഉണ്ട്. പിന്നെ നമ്മൾ വസായി റോഡ് എത്തുന്ന വരെ നമുക്ക് 130 kmph ഉണ്ട്. വാവ്, DG6G വരുന്നത്. ഞാൻ ആക്ച്വലി ഒരു പാലം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വന്നതാണ്, പക്ഷെ കിട്ടിയത് ഫ്രൈറ്റാണ്. എന്തായാലും കൊള്ളാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പാൻട്രി കാര്യങ്ങളൊന്നും നല്ല ചൂടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് ഞാൻ മേടിച്ചത്. നല്ല ചൂടുണ്ട്. ഇതിന് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഉപ്പുമാവാണ്. ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സംഭവം പൊളി. നല്ല ഉപ്പുമാവാണ്. കുറച്ച് ഉപ്പ് കുറവാം, സംഭവം കൊള്ളാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കണ്ടത് ലെഫ്റ്റിൽ നിന്ന് ഒരു ലൈൻ കയറി വരുന്നുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത് എന്താണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ വിരംഗം എത്തിയിട്ടില്ല, അതിന് മുമ്പിലത്തെ ജംഗ്ഷനിലോട്ട് എത്തുന്നുള്ളൂ. നമ്മൾ വിരാംഗം ജംഗ്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. വിരാംഗം ജംഗ്ഷനിൽ വെച്ചാണ് രാജ്കോട്ടിൽ നിന്ന് വരുന്ന ലൈനിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് വിരാംഗം ജംഗ്ഷനിലേക്ക് അടുക്കുന്നു. അങ്ങ് ദൂരെ നിങ്ങൾക്ക് മറ്റേ ലൈൻ കാണാൻ പറ്റണം, രാജ്കോട്ട് ലൈന് കാണാൻ പറ്റണമെന്ന് വിശ്വസിക്കുന്നു. ആ കാണുന്നതാണ് രാജ്കോട്ട് ലൈന്. അത് രാജ്കോട്ട്, വെരാവൽ, പോർബന്ദർ ആ സൈഡിൽ നിന്ന് വരുന്ന ലൈനാണ്. ഈ ലൈൻ വഴികളെല്ലാം കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് വണ്ടിയുണ്ട്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. നമുക്ക് കേരളത്തിൽ നിന്ന് വെരാവലുണ്ട്, ഓഖ എക്സ്പ്രസ് ഉണ്ട്. രണ്ടും ആ ലൈൻ വഴിയാണ് വരിക. ആ ലൈൻ വഴിയാണ് വിരംഗമിലേക്ക് വന്ന് കയറുക. എൻ്റെ ഇന്നത്തെ പ്ലാൻ ശരിക്കും ഞാൻ ഇന്ന് രാവിലെ ഓഖ എക്സ്പ്രസ്സിന് യാത്ര ചെയ്യുന്നതായിരുന്നു എൻ്റെ ഒരു പ്ലാന്. പക്ഷേ ടിക്കറ്റും കിട്ടിയില്ല. വേറൊരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഓഖ എക്സ്പ്രസ് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ 6:15 വരുമ്പോൾ സെക്ഷൻ ഫുള്ള് ഇരുട്ടായിരിക്കും. അതുകൊണ്ട് സമ്മറിൽ വരാം എന്ന് വെച്ച് ഞാൻ പരിപാടി മാറ്റി വെച്ചു. അപ്പോൾ ഇതാണ് രാജ്കോട്ടിൽ നിന്ന് വരുന്ന ലൈന്. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു പോവല്ല, ഇനി നമ്മൾ വീണ്ടും ഈ ലൈൻ വഴിയൊക്കെ വരുന്നു. അതും ഹൈ റൈസ് പാൻഡോ സെക്ഷൻ തന്നെയാണ്. വിരംഗം സ്റ്റേഷൻ മൊത്തത്തിൽ ഹൈ റൈസ് പാൻഡോ സെക്ഷനാണ്. നമ്മുടെ വണ്ടി ആ സ്റ്റേഷനിലോട്ട് കയറാൻ പോകുന്നു. നല്ലോണം ഫോഗിയാണ് രാവിലെ തന്നെ, നല്ല തണുപ്പുമുണ്ട്. മറ്റൊരു ട്രെയിൻ ഓപ്പോസിറ്റ് ലൈനിലുണ്ട്, വാപ്സവൻ ഹൗളിലാണ്. വൽസാഡിന് 39080 ആണ് ലോക്കോ. AC എക്സ്പ്രസ്, ബാൻഡ്ര ടെർമിനസ് ഭുജ്. മുംബൈയിലെ ബാൻഡ്ര ടെർമിനസിൽ നിന്നും ഭുജിലേക്ക് പോകുന്ന AC എക്സ്പ്രസ് ആണ് ഈ പോകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ബോംബെ നമുക്ക് ഗാന്ധിധാം ഭുജിലോട്ടൊക്കെ വരാനുള്ള അടിപൊളി ഓപ്ഷനാണ്. കാരണം വിരംഗം മറ്റേ നേരം എടുത്തു. ഇനി അങ്ങോട്ട് ഗാന്ധിധാം വരെയുള്ള സ്ട്രെച്ച്, ഭുജ് വരെയുള്ള സ്ട്രെച്ച് ഡേ ലൈറ്റ് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടി എന്ന് പറയുന്നത്. ഇങ്ങനത്തെയൊക്കെ വണ്ടിക്ക് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. ഫുൾ സ്ട്രെച്ച് കണ്ടു പോകണം. HOG ഫംഗ്ഷനെല്ലാം തോന്നുന്നു. ഇവിടെ സാബർമതി ഷെഡിന് 60573 വാഗ് 12B കിടക്കുന്നു. സാബർമതി മാർക്കിങ്. അതായത് തുക്ലക്കാബാറിന് 32180 കിടക്കുന്നു. ഇവിടെ നമ്മൾ വിരംഗം സ്റ്റേഷനിലോട്ട് കയറുകയാണ്. ഇപ്പോഴത്തെ സൈഡിലൊരു കണ്ടെയ്നർ യാർഡ് ഉണ്ട്. നമ്മുടെ ഈ ട്രിപ്പിനകത്ത് നമ്മൾ ഇന്നലെ ഒരു ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ കണ്ടിരുന്നു. അതല്ലാണ്ട് എവിടെയും ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ ട്രെയിൻസ് കണ്ടില്ല. അത് മാത്രം മിസ്സായിപ്പോയി, ഒന്നും കണ്ടില്ല നമ്മൾ. സ്റ്റേഷൻ ആയിട്ടില്ല കേട്ടോ. സ്റ്റേഷൻ ഇനി മുന്നോട്ട് മാറിയിട്ടാണ്. ഇവിടെ എന്തോ ഒരു മെയിൻ്റനൻസ് ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ ഡീകമ്മീഷൻ ചെയ്ത പോലെ ഉണ്ട് കണ്ടിട്ട്. അതിനകത്തുള്ള OH സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. അതിനകത്തുള്ള OH സാധാരണയും പിന്നുള്ളത് ഹൈ റൈസ് ഉണ്ടോ. രണ്ട് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇത് കണ്ടോ, ഇതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് സാധാരണ OHയും ഒന്ന് ഹൈ റൈസ് OHയാണ്. സാധാരണ OH താന്നായിരിക്കുന്നത്, ഹൈ റൈസ് OH നല്ലോണം പൊങ്ങിയിട്ടിരിക്കുന്നത്. അത്രയും വ്യത്യാസമുണ്ട് സാധാരണ OHയും ഹൈ റൈസ് OHയും തമ്മിൽ.
സാധാരണ OH ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏകദേശം 5.5 മീറ്റർ മാത്രമേ ഉള്ളൂ സാധാരണ റെയിൽ ലെവലിൽ നിന്ന് ഹൈറ്റ്. ഹൈ റേസിന് 7.5 മീറ്റർ പൊക്കമുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്നത് ഹൈ റേസ് പാനത്തോ സെക്ഷനിലാണ്. നമ്മൾ ജസ്റ്റ് വിരംഗം സ്റ്റേഷനോട് കയറുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈനുണ്ട്. ഇത് ഫ്രൈറ്റ് ലൈനാണ്. കണ്ടെയ്നർ ഡിപ്പോ എന്ന് പറയുന്ന ലൈനാണെന്ന് തോന്നുന്നു. ഈ വിരംഗം അത്യാവശ്യം വലിയൊരു ടൗൺ ഉണ്ട്. വിന്ധാം ഹോട്ടൽസൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ട്രെയിൻ അങ്ങ് ഫ്രണ്ടിൽ സ്റ്റേഷനുള്ളിലോട്ട് കയറുന്ന കാണുന്നുണ്ടോ? നമ്മൾ ഈ ഏറ്റവും പുറകിലാണല്ലോ നമ്മൾ. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും കണ്ടുവരുമ്പോഴേക്കും നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് വിരംഗം സ്റ്റേഷനിലോട്ട് കയറുന്നു. നമുക്കിവിടെ ഹോൾട്ടില്ല, റൺ ത്രൂ ആണ്. പക്ഷേ ഈ പ്രദേശം മൊത്തം പോയിൻറ്റ്സാണ്. ചറപറ പോയിൻറ്റ്സും നല്ല സ്ലോയുമാണ്. നമ്മളൊരു 15 km/hലേക്കാണ് കുറച്ചധികം നേരിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ യാർഡിൽ വാഗ് 12B, വാഗ് 9, വാഗ് 4, അപ്പുറത്തൊരു WDG4G അങ്ങനെ കുറേ ഐറ്റംസ് കിടക്കുന്നുണ്ട് യാർഡിൽ. ഇതാണ് വിരാംഗം സ്റ്റേഷൻ. നമ്മൾ ഇന്നലെ വിരാംഗം വഴിയായിരുന്നു പോയത് വന്ദേ മെട്രോന് യാത്ര ചെയ്തപ്പോൾ. പക്ഷേ വന്ദേ മെട്രോ യാത്രയിൽ എനിക്ക് അങ്ങനെ സ്റ്റേഷൻസ് ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല. കാരണം ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. തിരക്കുണ്ടായിരുന്നു. ഏതൊരു ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്ന അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. അതെ, ബാക്കിൽ നിന്ന് നമ്മുടെ തന്നെ ബാക്കിൽ നിന്ന് രാജ്കോട്ട് ലൈനിൽ നിന്ന് ഒരു പീസ് ആൻഡ് ഹോൾഡ് ട്രെയിൻ വരുന്നുണ്ട്. അതാണ് അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നത് വിരംഗമിൻ്റെ. ഇപ്പോൾ പ്ലാറ്റ്ഫോം 3 ഏതോ വണ്ടി എക്സ്പെക്റ്റഡ് ആണെന്ന് തോന്നുന്നു. ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതാണ് നമ്മളിതുവരെ കടത്തിവിട്ടിരിക്കുന്നത്. കണ്ടത് അടച്ചു കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ആർക്കും ട്രെയിൻ കയറാനും ഇറങ്ങാനൊന്നും പറ്റില്ല. പ്ലാറ്റ്ഫോം 3 ഏതോ വണ്ടി വരുന്നുണ്ട്. അവിടെയും അനൗൺസ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ 3 1 വണ്ടി വരുന്നുണ്ട്. വീണ്ടും പറഞ്ഞ് പിന്നെ നമ്മൾ കിടക്കുകയാണ്. ഇപ്പോൾ 33791 വാഗ് 9 ഒരു BTPN ഡ്രൈവായിട്ട് നിൽക്കുന്നു. അപ്പുറത്തുനിന്നൊരു വാഗ് 9 ഭഗത് കി കോട്ടിയുടെ 43648. ഹൈ റൈസ് പാനുള്ള ഹൈറ്റ് ഇപ്പോൾ ശരിക്കും കാണാം. കയറി വരുന്നു. നമ്മൾ ജസ്റ്റ് വിരംഗമിൽ നിന്ന് നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറി ഈ ലെഫ്റ്റ് സൈഡിലൊരു ട്രാക്ക് തിരിഞ്ഞു പോകുന്നതാണ്. സിംഗിൾ ലൈൻ തിരിഞ്ഞു പോകുന്നത് മെഹസാനയിലേക്ക് പോകുന്നതാണ്. അവിടുന്ന് ഫർദർ അങ്ങനെ രാജസ്ഥാനിലോട്ട് പോകാൻ പറ്റുന്ന ഒരു ലൈനാണ് ഈ മെഹസാനയിലോട്ട് പോയിട്ട്. മെഹസാനയിൽ നിന്ന് പിന്നെ അങ്ങനെ പാലൻപൂർ, അബു റോഡ് അങ്ങനെ പോകുന്ന ലൈനാണത്. ഈ പാലൻപൂർ, അബു റോഡ് അതുവഴിയാണ് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് ശ്രീഗംഗാനഗർ എക്സ്പ്രസ് ഓടുന്നത് വഴിയാണ്. ആ റൂട്ട് വഴിയാണ്. അത് പക്ഷേ ഇവിടെ വരില്ല. അത് അഹമ്മദാബാദ്, സബർമതി അങ്ങനെ നേരെ മെഹസാന പോയിട്ട് അവിടുന്ന് പാലൻപൂർ അങ്ങനെ കയറിപ്പോകും. ആ ട്രെയിൻ നമുക്കൊരു ടിക്കറ്റ് ഉണ്ട്. യാത്ര നടക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഈ കാണുന്നതാണ് നമ്മുടെ മെഹസാനയിലോട്ട് പോകുന്ന ലൈൻ, വിരംഗം മെഹസാന ലൈന്. നമ്മൾ ടുവേർഡ്സ് അഹമ്മദാബാദ് ഈ ലൈനിൽ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മളിപ്പോൾ വിരംഗം സ്റ്റേഷനോട് കയറുന്ന കണ്ടത് രാജ്കോട്ട് സെക്കൻഡറാബാദ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അതിന് പുറകെ വന്ദേ ഭാരത് വരാനുണ്ട്. പക്ഷേ ഈ വന്ദേ ഭാരത് നമ്മൾ ഓവർടേക്ക് ചെയ്യില്ല. അത് ഓഖ അഹമ്മദാബാദ് വന്ദേ ഭാരതാണ്. അത് 10 മണിക്ക് അഹമ്മദാബാദ് എത്തുള്ളൂ. നമ്മൾ 9 മണി കഴിയുമ്പോൾ പാസ് ചെയ്യും. നമ്മളങ്ങനെ അഹമ്മദാബാദ് നഗരത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ തിരക്കൊക്കെ റോഡ് സൈഡിൽ കാണാറുണ്ട്. ഇതൊരു GIDC പ്രദേശമാണ്. അതായത് ഗുജറാത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പ്രദേശമാണത്. തൊട്ടടുത്ത് ഹൈവേ ഉണ്ട്. ഇവിടെ കിർലോസ്കർ ബ്രദേഴ്സിൻ്റെ ഒരു ഫാക്ടറി,
ഇവിടെ തൊട്ടടുത്തായിട്ടാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സാനന്ദ് ഇത് കാർ മാനുഫാക്ചറിങ് പ്ലാന്റ്. ആ കാണുന്നതാണ് തോന്നുന്നു. ഷറോഡി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇവിടെ NMG വാഗൺസ് ലോഡ് ചെയ്യുന്നുണ്ട്. ടാറ്റ കാർസാന്ന് തോന്നുന്നു ലോഡ് ആയി പോകുന്നത് മെയിനായിട്ട്. അതിവിടെ തൊട്ടടുത്താണ് ടാറ്റയുടെ സാനന്ദ് കാർ പ്ലാന്റ്. സാനന്ദ് എന്ന് പറയുന്ന പണ്ട് നമ്മുടെ എന്താ പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ സിംഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്ലാന്റ് വരേണ്ടിയിരുന്നത്. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്ന പ്ലാന്റാണ് സാനന്ദ് പ്ലാന്റ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പ്രീമിയർ പ്ലാന്റാണ് ഇതാ കണ്ടോ. ഇവിടുന്ന് നെക്സോൺ, പഞ്ച്, ടിയാഗോ പോലത്തെ വണ്ടികളൊക്കെ ഇവിടെ മാനുഫാക്ചർ ചെയ്ത് ഇവിടെ നിന്നാണ് പോകുന്നത്. അവിടെ ലോഡിങ് കൊണ്ട് വെച്ചിട്ട് ഈ അപ്പുറത്തായിട്ടാണ് ആ പ്ലാന്റ് വരുന്നത്. പ്ലാന്റ് കൊണ്ട് ഇവിടെ ട്രാക്കിന് അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, കുറച്ച് ദൂരമുണ്ട്. ഇതാണ് സാനന്ദ്. ജബൽപൂർ വരാവൽ എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. കണ്ടെയ്നർ ട്രെയിനായിരുന്നു. ഈ മോളിൽ കൂടെ പോകുന്ന വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ലൈനാണ് കേട്ടോ. മോളിൽ കൂടെ പോകുന്നത് WDFC ലൈനാണ്. ഈ WDFC ലൈനിലോട്ട് പോയി കയറേണ്ട ലൈനാണ് ആ പോകുന്നത്. അപ്പോൾ സാനന്ദിൽ ഒരു ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോ ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ. നിന്ന് കാണിക്കാൻ പറ്റിയില്ല, നമ്മൾ അടുത്ത ട്രിപ്പിനെ കാണിക്കാം. ആ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോയിൽ നിന്നും WDFCയിലോട്ട് പോകുന്ന ലൈനാണത്. അത് WDFCയിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈൻ നമുക്ക് കാണാം. ഈ താഴെ കൂടെ വരുന്ന WDFC ഇറങ്ങി വരുന്ന ലൈൻ, ആ മോളിൽ കൂടെ പോകുന്നതാണ് WDFC. ഇതേപോലെ സ്ട്രക്ചർ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡയമണ്ടാണ് ബേസിക്കലി, റെയിൽവേ ഡയമണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സാനന്ദിലെ നല്ല ഭംഗിയുള്ള സ്ട്രക്ചറാണ്. അത് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മാപ്പിൽ സ്ക്രീൻഷോട്ട് നോക്കട്ടെ പറ്റുമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. നല്ല ഭംഗിയാണ് ഈ സ്ട്രക്ചർ കാണാൻ. അപ്പോൾ സാനന്ദ് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉണ്ട് അഹമ്മദാബാദിലേക്ക് എത്താൻ. അപ്പോൾ ഞാനെന്നാൽ പതുക്കെ എൻ്റെ ബാഗ് എടുത്തിട്ട് ഉള്ളിലൂടെ എൻ്റെ അടുത്ത കോച്ചിലേക്ക്, അതായത് B12 ഞാൻ പോവാണ്. അവിടെയാണ് എൻ്റെ ഇനി അങ്ങോട്ടുള്ള സീറ്റുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ B4 നിന്നും എൻ്റെ കോച്ചിലേക്കാണ് നടപ്പ് തുടങ്ങി. ഇവിടെയൊക്കെ ട്രെയിൻ കാലിയാണ് കേട്ടോ. ഇവിടെ ഒന്നും കാര്യമായിട്ട് ആളില്ല. ഉണ്ട്, ഇവിടെയൊക്കെ ട്രെയിൻ കാലിയാണ്. ഈ ട്രെയിനിൻ്റെ തിരക്ക് മെയിനായിട്ട് കയറുന്ന അഹമ്മദാബാദിൽ നിന്ന് കേട്ടോ. ഇപ്പോൾ ഏതാ സ്റ്റേഷൻ എന്നറിയില്ല. ഇവിടെ ഇപ്പോൾ സാധാരണ പാൻറ്റോ കേട്ടോ. ഇത് ഹൈ റൈസ് മാറി നോർമലായി. നമ്മുടെ DFC സെക്ഷൻ കഴിഞ്ഞപ്പോൾ സാധാരണ പാൻറ്റോ, സാധാരണ ഹൈറ്റ് കേട്ടോ. ഹൈ റൈസ് ഇത് കഴിഞ്ഞു. ഇപ്പോൾ ഏതാ സ്റ്റേഷൻ എന്നറിയില്ല. ഈ കിടക്കുന്നത് വിരംഗം അഹമ്മദാബാദ് മെമു എന്നാണ് വേറസ്മി ട്രെയിൻ പറയുന്നത്. മെമു അല്ല, സാധാരണ ട്രെയിനാണ്. ഇപ്പോൾ സണന്ദിനും അത് കഴിഞ്ഞുള്ള സ്റ്റേഷൻ ഇടയ്ക്ക് വെച്ചാണ് OH താന്ന് റെഗുലർ OH ആയത് കേട്ടോ. ഇനി അങ്ങോട്ട് ഫുൾ ലെങ്ത് നമുക്ക് സാധാരണ OH ഇല്ല. നമുക്ക് എവിടെയും നമുക്ക് ഹൈ റൈസ് OH ഇല്ല. ഗോണ്ട ഷെഡിൻ്റെ 4230 വരുന്ന എൻ്റെ ലോക്കോ. ഞാനിപ്പോൾ നടന്ന് ജസ്റ്റ് എൻ്റെ കോച്ച് വരെ B12 വരെ എത്തി. B12 ജസ്റ്റ് എത്തി. എൻ്റെ ലഗേജ് സീറ്റിലോട്ട് വെച്ചിട്ട് ഓടി ഡോറിലേക്ക് വന്നു. തിരിച്ചുകൂടെ ലഗേജ് ശരിക്കും അറേഞ്ച് ചെയ്തു. ഇതാണ് ആംബ്ലി റോഡ് സ്റ്റേഷൻ. ആംബ്ലി റോഡ്. അപ്പോൾ ഇതാണ് എൻ്റെ കോച്ചിൻ്റെ ബിൽഡേഴ്സ് പ്ലേറ്റ്. MCF റൈബറലി ബിൽഡാണത്. ഓഗസ്റ്റ് 2018 പണിതാണ്. വെസ്റ്റേൺ റെയിൽവേയുടെ 18106 ആണ് കോച്ച്. ഇവിടെ ഒരു ഹംസഫർ വെൽക്കംസ് യു ഓൺ ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ ആവറേജ് ആണ് കോച്ചിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ. അപ്പോൾ നമ്മൾ ചന്ദ്ലോഡിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. ചന്ദ്ലോഡിയയിൽ നിന്നാണ് ഗാന്ധിനഗർ ക്യാപിറ്റൽ സ്റ്റേഷനിലോട്ടുള്ള ട്രാക്ക് തിരിഞ്ഞു പോകുന്നത്. ഈ കാണുന്നതാണ് ചന്ദ്ലോഡിയ ബൈപ്പാസ് ലൈനും. ഈ ലൈൻ നേരെ ഗാന്ധിനഗർ ക്യാപിറ്റൽ സ്റ്റേഷനിലേക്ക് പോകും.
നമ്മൾ മറ്റൊരു ട്രിപ്പ് വേറെ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗാന്ധിനഗർ ക്യാപിറ്റൽ സ്റ്റേഷനെ എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ബൈപ്പാസായിട്ട് ചന്ദ്ലോടിയ ബി എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. അവിടെ കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. അതാണ് ബൈപ്പാസ് ലൈനിലെ സ്റ്റേഷൻ. ഇതാണ് ചന്ദ്ലോടിയ എ സ്റ്റേഷൻ. അപ്പോൾ ചന്ദ്ലോടിയ എ എന്നും ബി എന്നും പറഞ്ഞ 2 സ്റ്റേഷനാണുള്ളത്. ഇപ്പുറത്താണ് മെയിൻ സ്റ്റേഷൻ ബിൽഡിംഗ് ഉള്ളത്. നമ്മൾ ജസ്റ്റ് ലൂപ്പിൽ നിന്ന് തിരിച്ച് ഇറങ്ങുകയാണ്. ഇപ്പോഴത്തെ മെയിൻ സ്റ്റേഷൻ ബിൽഡിംഗ് ഉണ്ട്. സ്റ്റേഷൻ ബിൽഡിംഗ് ദൂരെയാണ് സാധനം, കാണാൻ പറ്റണോ എനിക്കറിയില്ല. ദൂരെ കാണുന്നതാണ് സ്റ്റേഷൻ ബിൽഡിംഗ്. സാബർമതിയുടെ അപൂർവം നമ്മൾ നേരത്തെ കണ്ട ലൈനിൻ്റെ ഓപ്പോസിറ്റാണിത്. ഇവിടെ ഇനി ചന്ദ്ലോടിയ സി സ്റ്റേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ ഒരു സ്റ്റേഷൻ കാണാനുണ്ട്. ഇത് സാബർമതി സൈഡിൽ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് പോകുന്ന ട്രെയിനുകൾക്കുള്ളതാണ്. ഇവിടെ ആയിട്ടാണ് എൻ്റെ ഓർമ്മ ശരി സാബർമതി ഡീസൽ ലോക്കോ ഷെഡ്. WD 3D കിടക്കുന്നു. 11423 സാബർമതി ഷെഡിൻ്റെ. സാബർമതി ഷെഡ് എന്ന് പറയുന്നത് പണ്ട് എൻ്റെ ഓർമ്മ ശരി മീറ്റർ ഗേജ് ഷെഡായിരുന്നു. അത് പിന്നീട് ബ്രോഡ് ഗേജ്, ഈ പ്രദേശം മൊത്തം ബ്രോഡ് ഗേജ്, പതും ബ്രോഡ് ഗേജ് ഷെഡായതാണ്. അപ്പുറത്തുള്ളതാണ് എൻജിനീയറിംഗ് വർക്ക്ഷോപ്പ് സാബർമതി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് സാബർമതി ഡീസൽ ലോക്കോ ഷെഡ് എൻ്റെ അറിവിൽ. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈന് ടുവേർഡ്സ് മെഹസാന ലൈനിലോട്ട് പോയി ജോയിൻ ചെയ്യും. നമ്മൾ സാബർമതി ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുകയാണ്. അങ്ങ് ദൂരെ പണി നടക്കുന്ന കാണുന്നതൊക്കെ ഇതിൻ്റെയാണ്, നാഷണൽ ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ്റെ, അതായത് ബുള്ളറ്റ് ട്രെയിനിൻ്റെയാണ്. അതാണ് മെഹസാന സൈഡിലോട്ട് പോകുന്ന ലൈന്. ഇപ്പോൾ നമ്മുടെ ശ്രീഗംഗാനഗർ എക്സ്പ്രസ് ആ ലൈൻ വഴിയാണ് പോവുക. ആ ലൈൻ വഴി അങ്ങനെ മെഹസാന സൈഡിലോട്ട് പോകും. ദൂരെ ഒരു വൈറ്റ് ലോക്കോ കണ്ടായിരുന്നു. ഏതോ ട്രെയിൻ വരുന്നുണ്ട്. ഇതാണ് സാബർമതി. ഇവിടെ വലിയൊരു വർക്ക്ഷോപ്പുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെയാണ് അഹമ്മദാബാദ് സ്റ്റേഷൻ. അഹമ്മദാബാദ് സ്റ്റേഷൻ എത്തുമ്പോൾ നമ്മുടെ ഈ വണ്ടി ഫുള്ളാവും. മിക്കവാറും ബുക്കിങ്സ് എല്ലാം അഹമ്മദാബാദിൽ നിന്നാണ്. എൻ്റെ സീറ്റ് അഹമ്മദാബാദ് വിടുമ്പോൾ കൺഫേം ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അല്ലെങ്കിൽ 36 മണിക്കൂർ നമ്മൾ RAC-യിലിരുന്ന് പോകേണ്ടി വരും. ദുരിതമായി. ആ കാണുന്നത് ഹൈസ്പീഡ് റെയിൽവേ ലൈനിൻ്റെ സ്റ്റേഷനാണ്. അതായത് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷനാണത് ആ കാണുന്നത്. ഇതാണ് സാബർമതി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. സാബർമതി BG റെയിൽവേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടും. സാബർമതി ബ്രോഡ് ഗേജ്. അങ്ങ് ദൂരെ മഞ്ഞയും ഗ്രേ കളർ ബിൽഡിങ്ങുകൾ, അത് മെട്രോ സ്റ്റേഷനാണെന്ന് തോന്നുന്നു സാബർമതിയിൽ. അങ്ങോട്ടും കുറേ പ്ലാറ്റ്ഫോംസ് ഒക്കെ കാണാനുണ്ട്. മുകളിൽ കൂടെ അഹമ്മദാബാദ് മെട്രോ ട്രെയിൻ പോകുന്നതാണ്. 3 കോച്ചുകൾ ആകും മൊത്തം. ഇന്നലെ എനിക്ക് സമയം കിട്ടിയതെങ്കിൽ ഇന്നലെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല. ഏതോ ഒരു ട്രെയിൻ നമ്മൾ ക്രോസ് ചെയ്തു. എന്തായാലും പോയത് പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സബർമതി നദിയെ കടക്കാൻ പോവാണ്. ഇതാണ് സബർമതി നദി. പിന്നെ അപ്പുറത്തെ സൈഡിലാണ് തോന്നുന്നു ഒരു ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്.
സൈഡിൽ വാക്ക് വേ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. റിവർ ഫ്രണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ അങ്ങനെ അഹമ്മദാബാദ് സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നതാണ്. ഈ വീഡിയോ മിക്കവാറും നിങ്ങൾ 2 പാർട്ടായിട്ടായിരിക്കും കാണുന്നത്. ഗാന്ധിധാമിൽ നിന്നുള്ള വീഡിയോ തുടങ്ങുന്ന മിക്കവാറും ഒരു സൂറത്ത് വരെ, വസായ് റോഡ് വരെ വല്ലതും വെച്ചിട്ട് അവിടെ നിന്ന് നാട്ടിലേക്കുള്ള സെക്കൻഡ് പാർട്ട് അങ്ങനെ ആവാനാണ് സാധ്യത. ഓപ്പോസിറ്റിൽ G9 ഇറങ്ങി വരുന്നുണ്ട്. ലൈറ്റാണ്, അത് നല്ല സ്പീഡിൽ ഇറങ്ങി വരുന്നത്. ലൈറ്റല്ല, ബ്രേക്കുണ്ട്, പക്ഷെ എംറ്റിയാണ്. അജ്നി ഷെഡിൻ്റെ 3109 സാധാരണ പാൻറ്റോഗ്രാഫാണ്. അപ്പോൾ ഇത് എവിടെ വരെ പോകുമെന്നറിയില്ല. ഇത് MT ആണിത്, കണ്ടെയ്നർ കൊണ്ടുവന്ന BLCA BLCB റേക്കാണിത്. ഇതിന് നടുക്കലത്തെ കപ്ലർ പെർമനൻറ്റ് കപ്ലറാണ്. ഇവിടെ മാത്രം CBC ആണ് കേട്ടോ, അവിടെ മാത്രം CBC ആണ്, ബാക്കിയെല്ലാം പെർമനൻറ്റ് കപ്ലേഴ്സാണ്. GATX എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് ഓൺ ചെയ്യുന്നത്. നമ്മളങ്ങനെ അഹമ്മദാബാദ് ജംഗ്ഷനിലോട്ട് കയറുകയാണ്. ഇവിടെ കുറച്ച് ഇതൊക്കെ കാണാം, പിറ്റ് ലൈനൊക്കെ കാണാം. പക്ഷേ എൻ്റെ അറിവിൽ ഇതൊന്നും അല്ല ഇപ്പോഴത്തെ പിറ്റ് ലൈൻസ്. എൻ്റെ അറിവിൽ ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ കങ്കാരി യാർഡിലാണ് പിറ്റ് ലൈൻ എല്ലാം ഉള്ളത്. നമ്മളങ്ങ് നീണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ എത്തത്തോട്ടൊന്നും യാർഡിൻ്റെ. നമ്മൾ ഇന്നലെ യാത്ര പുറപ്പെട്ടത് ആ സ്പാർക്ക് കിടക്കുന്നില്ല, അതിന് തൊട്ടടുത്തുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇന്നലെ യാത്ര പുറപ്പെട്ടത്, 2A എന്ന്. പ്ലാറ്റ്ഫോം ഏത് സൈഡിലാണോ? സൈഡിലൊരു വാപ്സാൻ ഇറങ്ങി വരുന്നുണ്ട്. 30607 WR എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വഡോദരയൊക്കെ എഴുതിയിരിക്കുന്നത്. വഡോദരയുടെ 30607 ആണ് പോയത്. ഇത് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ട്രാക്കിൻ്റെ പണിയാണ് നടക്കുന്നത്. ഇതിപ്പോൾ എന്താ സംഭവം ഒരു പിടിയും കിട്ടുന്നില്ല. കണ്ടു, ഇവിടെ ഒരു പ്ലാറ്റ്ഫോം പകുതി നമ്മൾ കയറി നിൽക്കുന്നു. പിന്നെ മുന്നോട്ട് എന്തിൻ്റെയോ ബാക്കിൽ നമ്മൾ നിൽക്കുന്നു. എന്താ സംഭവം അറിയില്ല, എങ്ങോട്ട് കയറാനുള്ളത് എനിക്കറിയില്ല. അത് ഹോം സിഗ്നലാണെന്ന് തോന്നുന്നു അവിടെ ഉള്ളത്. എന്താ സംഭവം എന്തായാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ലെഫ്റ്റിലോട്ട് കയറുന്നു. ഇവിടെ ഒരു സെറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടല്ലേ, അടിപൊളി. ഇപ്പോൾ എത്രാമത്തെ പ്ലാറ്റ്ഫോം എനിക്കറിയില്ല. നമ്മളങ്ങനെ അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ലേറ്റാണ്, നമ്മൾ ഏകദേശം ഒരു 10-17 മിനിറ്റ് ഇപ്പോൾ തന്നെ ലേറ്റാണ്. 9:10 ഇവിടെ വരേണ്ടതായിരുന്നു, ഇപ്പോൾ 9:27 നമ്മൾ സ്റ്റേഷനോട് കയറിയിട്ടില്ല. 9:28 നമ്മൾ നിൽക്കുമ്പോഴേക്കും 9:30 മിക്കവാറും. ഇവിടെ ഏതോ ഒരു വണ്ടി പുറപ്പെടാൻ തയ്യാറാവുന്നു. ഇതിൻ്റെ ലഗേജ് കയറ്റിക്കൊണ്ടിരിക്കും. അഹമ്മദാബാദ് ഹംസഫർ എക്സ്പ്രസ്, അഹമ്മദാബാദ് ദർഭംഗ ക്ലോൺ, അഹമ്മദാബാദ് പട്ന ക്ലോൺ. ഇതിപ്പോൾ എങ്ങനെ പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും കുറേ ക്ലോണല്ലാത്ത ഹംസഫറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ വണ്ടിയുടെ തിരക്ക് മൊത്തം കയറാൻ പോകുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോം 7 കയറിയിരുന്നു. ഈ വണ്ടിയുടെ തിരക്ക് മൊത്തം ഇവിടുന്ന് കയറുന്നു കേട്ടോ. അതുകൊണ്ട് അഹമ്മദാബാദ് ചെന്നൈ ഹംസഫർ എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. അഹമ്മദാബാദ് ചെന്നൈ ഹംസഫർ എക്സ്പ്രസ് ഉണ്ടായിരുന്നല്ലേ, അറിയില്ല. നമ്മുടെ ട്രെയിനുള്ളത് തന്നെ അതാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ട സമയം 9:39. 9:38 ചിലപ്പോൾ അനങ്ങിയിട്ടുണ്ടാവും. അത് 9:39 തന്നെ കിടക്കട്ടെ. പണ്ട് കാരണമുള്ള മണം സഹിക്കാൻ പറ്റില്ല.
മീൻ വയൽ വണ്ടി നിറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളും ലഗേജും. ആൾക്കാരെക്കാട്ടും കൂടുതൽ ലഗേജ് ആണെന്ന് തോന്നുന്നു. അഹമ്മദാബാദ് ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങണം. ഇതായിരുന്നു അഹമ്മദാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷനിലെ ലേഔട്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മൾ ഇനി വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലേഔട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളിന്ന് പ്ലാറ്റ്ഫോം 7-ലാണ് പുറപ്പെട്ടത്. ഞാൻ ഇത്രയും കാലം പ്ലാറ്റ്ഫോം 6 വരെ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് 7 കണ്ടത്. ഇവിടെ വഡോദരയുടെ ഒരു അമൃത് ഭാരത് P5 കിടക്കുന്നു. നമ്പർ കാണാൻ പറ്റിയില്ല. ഇതാണ് അമൃത് ഭാരത് P5 എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സൈഡിലെ ക്യാബിൻ ഫ്ലാറ്റാണ്. ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന്. 2281025018 ശാന്തകാച്ചിയുടെ വാപ്പ് 7 കിടക്കുന്നു പറഞ്ഞു. 30764 ആണ് ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. വഡോദരയുടെ ഒരു പുത്തൻ ലോക്ക് കിടക്കുന്നു. ഈ നമ്മുടെ ലോക്കോ മാനുഫാക്ചർ ചെയ്യുന്നവരുണ്ടല്ലോ, അവർ സൈഡിൽ ലോക്കോ നമ്പർ വലുതായിട്ട് എഴുതില്ല. ഇപ്പോൾ അവിടെ ഷെഡിന് തീരെ ചെറിയ നമ്പേഴ്സ് എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ റോയപ്പുറത്തിൻ്റെ ഒരെണ്ണം കിടക്കുന്നു 30391. ഇത് 39553 വാപ്സാണ് വഡോദരയുടെ. പുത്തൻ ലോക്ക്, അതിന് വെള്ള കളറാണ്. അതിനപ്പുറത്ത് അജ്നിയുടെ ലോക്കോ ഉണ്ട്. ഇപ്പുറത്ത് അജ്നിയുടെ 37434 കിടക്കുന്നു. കാസിപ്പേട്ടിന് 31556 വാഗണാണ്. കോൺകോറിൻ്റെ റേപ്പാണ്. इंदौर गांधीनगर शांति ഇതാണ് കങ്കാരിയ യാർഡ്. ഈ യാർഡിൻ്റെ മറുപുറം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ, അതായത് നമ്മുടെ വഡോദര അഹമ്മദാബാദ് യാത്രാ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് മണിനഗർ സ്റ്റേഷൻ. അപ്പോൾ ഫോക്സ് അഹമ്മദാബാദ് വിട്ട് പിന്നെ ഡോറിലോട് വരാൻ പറ്റിയില്ല. കാര്യം നല്ല പണി കിട്ടിയിട്ടുണ്ട്. വണ്ടി ഫുള്ളാണ്. അതിൻ്റെ RAC കോ പാസഞ്ചറും വന്നിട്ടുണ്ട്. നമ്മുടെ സീറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ആനന്ദ് സ്റ്റേഷൻ്റെ ഹോം സിഗ്നൽ വന്ന് നിൽക്കുകയാണ്. ഡീസലിലൊക്കെ ഒന്ന് ഹോണടി കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് എവിടെയാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പുറത്തെ സൈഡിലൊന്നും കാണാനില്ല. എന്തായാലും ഇതാണ് അനന്ത് എന്ന് പറഞ്ഞ നഗരം. അനന്താണ് അമൂലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അമൂലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ്. നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആനന്ദ് എന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ലൈൻ പോകുന്നത് കാണാം. അത് ഇവിടെ പോകുന്നതാണ്, നമ്മുടെ ഗോദ്രയിലേക്ക് പോകുന്ന ലൈനാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഈ ലൈൻ സ്റ്റേഷനിൽ നിന്ന് തന്നെ തിരിഞ്ഞു പോകുന്നത്. സ്റ്റേഷൻ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് പണിതിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു ഓപ്പോസിറ്റ് ലൈനും ഉണ്ട് അപ്പുറത്തെ സൈഡിൽ.
ഇതേപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പോസിറ്റും ഉണ്ട്. അത് ഗോദ്രൻ ആനന്ദിലേക്ക് വരുന്ന ലൈനാണ്. ഇതാണ് അമൂലിൻ്റെ പ്ലാന്റ്, ഇതാണ് അമൂൽ ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ പോകുന്ന ലൈന് കമ്പട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ലൈനാണ്. ഇങ്ങനെ ഈ ലൈൻ കാണിക്കുന്നത്. ഇതാണ് അമൂൽ ഹെഡ് ക്വാർട്ടേഴ്സ്. അങ്ങനെ ആനന്ദ് കഴിഞ്ഞു, അമൂലും കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. നമുക്കിനി സ്റ്റോപ്പ് ഉള്ളത് ഇവിടെയാണ്, നമ്മുടെ വഡോദരയിലാണ്. അവിടെ നമ്മളൊരു 10:15 ആകുമ്പോഴേക്കും ചെല്ലും. വണ്ടി ഇത്തിരി ലേറ്റാണ്, അവിടെ സമയം കഴിയും ചെല്ലാൻ. നമ്മളങ്ങനെ അഹമ്മദാബാദ് കഴിഞ്ഞ് 130 km/h ടെറിട്ടറി കയറിയിരിക്കുകയാണ്, പറന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 125-126 നല്ല സ്പീഡുണ്ട് ഇപ്പോൾ. എനിക്ക് എവിടുന്നൊക്കെയോ വരുന്ന ലൈനുകളാട്ടോ, എനിക്ക് എന്താ ഏതാണെന്ന് പിടിയില്ല. ഇത് വാസദ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഓപ്പോസിറ്റിനായിട്ട് ഒരു പച്ചയുണ്ട്. മിക്കവാറും നമ്മുടെ ഗാന്ധിനഗർ ക്യാപിറ്റലിലേക്ക് വന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരിക്കും. ഡൽഹിക്ക് പുറത്തുള്ള ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് മുംബൈ ഗാന്ധിനഗർ ക്യാപിറ്റൽ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇവിടെ ഒരു ചെറിയ പുഴയുണ്ട്. ഇന്നലെ ഞാൻ ഈ പുഴ മിസ് ചെയ്തായിരുന്നു. മഹി എന്ന് പറഞ്ഞ നദിയായിരുന്നു. പുണ്യ നദിയാണെന്നൊരു സംശയം, കാരണം താഴെ എന്തൊക്കെ അമ്പലം പോലെ കണ്ടായിരുന്നു. ബാജുവ എങ്ങോട്ടോ പോകുന്ന മെമ്മോ ആണ്. വീണ്ടും ഏതൊരു യാർഡ് വരുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ എന്തോ ഫാക്ടറി ഉണ്ട്. അലംബിക് ഗ്ലാസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഓ, ഏരാ ഗ്ലാസ് വെയർ. നമ്മൾ വഡോദരയിലേക്ക് അടുക്കാറായി. അതിൻ്റെ ഇതാണ് കാണുന്നത്. ഒരു മെമോ നടക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വാപ്സൺ ഹൗളിൽ ട്രെയിൻ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ നീന്തൽ സ്റ്റേഷനോട് കയറി. വൽസാഡിൻ്റെ 39017 ആണ് ലോക്കോ. ഹംസഫർ എക്സ്പ്രസ്, ബാൻഡ്ര ടെർമിനസ് ഗോരഖ്പൂർ ഹംസഫർ എക്സ്പ്രസ്. ഇത്രയൊക്കെ ഹംസഫർ ട്രെയിനുകളുണ്ടല്ലേ. നമ്മൾ പ്ലാറ്റ്ഫോം 1 കയറിയിരിക്കുന്നത്. ഞാനിപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് 2 ട്രെയിനുകളുണ്ട്. അപ്പുറത്ത് ഹൗഡയുടെ 37405, ഇപ്പുറത്ത് വഡോദരയുടെ 39086. മുംബൈ അഹമ്മദാബാദ് ശതാബ്ദി എക്സ്പ്രസ് ആണ്. നമ്മുടെ പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. ഇതാണ് നമ്മൾ നിർത്തുന്ന പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിൽ ഇന്നലെ അലഞ്ഞിരുന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു നമ്മുടെ റിട്ടയറിംഗ് റൂം. ഈ ഗേറ്റിന് മുകളിലായിട്ടായിരുന്നു റിട്ടയറിംഗ് റൂം. ഒരു പ്ലാറ്റ്ഫോമിലൂടെ കുറേ തിരിഞ്ഞ് നടന്നാണ് ഇന്നലെ. ഇവിടുന്ന് കുറേ പേര് കയറാണ്ടി വേണ്ടിയിട്ടുണ്ട്. ഇതൊരു TT വന്നിട്ടില്ല. എനിക്ക് ഈ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് TT വരുന്നുണ്ടാവും.
അപ്പോൾ ഇതുവരെ ടി ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ സീറ്റിനകത്ത് തീരുമാനമൊന്നും ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് മറ്റേ കോച്ചിൻ്റെ മറ്റേ ലിനിൻ അക്കലിൻ്റെ വന്നിട്ട് പറയാം, ഈ ട്രെയിനിൽ ആദ്യമായിട്ടാണ് സാർ ഇങ്ങനെ തിരക്ക് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ടില്ല ഇങ്ങനെ തിരക്ക് തുടങ്ങിയിട്ട്, 2 ആഴ്ചയായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ട്രെയിൻ സാധാരണ സ്ഥിരം കാലിയായിട്ട് പോകുന്ന വണ്ടിയാണ്. അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ഇൻഡിഗോ പ്രസ് എന്ന് പറഞ്ഞാൽ പോലെ ഫ്ലൈറ്റ് വണ്ടിക്ക് ഭയങ്കര തിരക്കാണ്. എങ്ങനെയാണെങ്കിലും രാത്രിക്ക് മുമ്പ് RAC ക്ലിയർ ആവും, അതാണ് ഇതിൻ്റെ പതിവ് എന്നിങ്ങനെ പറഞ്ഞു. ആ ഒരു പ്രതീക്ഷ അയാളെനിക്ക് തന്നു. നമ്മളിപ്പോൾ മിയാഗം കർജാൻ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റേഷനോട് എത്തുകയാണ്. ഈ സ്റ്റേഷൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്രാവശ്യം നേരത്തെ ഒരു പ്ലാൻ ചെയ്തിടാൻ നിന്നത്. അവിടെ ഒരു ലൈൻ വരുന്ന കേട്ടോ. ആ ലൈൻ വരുന്നതുകൊണ്ടാണ് ഇത് ജംഗ്ഷൻ സ്റ്റേഷൻ ഇത്. അത് എവിടെ നിന്നുള്ള ലൈൻ അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഈ സ്ട്രെച്ചിൽ ട്രെയിനുകൾക്കൊന്നും ഒരു മര്യാദയില്ല കേട്ടോ. സ്റ്റേഷനാണ്, സ്പീഡ് കുറയ്ക്കണം, പൊടി പറക്കും, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. നമ്മൾ അടിച്ചു കുറച്ചേക്കും പൊക്കളയും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വല്ലതും പോകാൻ പറ്റുമോ? കേരളത്തിൽ സ്റ്റോപ്പില്ലാണ്ട് പോകുന്നതിന് അപൂർവമാണ്. ഇവിടെ ഇത്ര ഓപ്ഷൻ കിടപ്പുണ്ടായിരുന്നു. അഹമ്മദാബാദിൽ നിന്ന് പറഞ്ഞ ഇതൊരു ഹൗറ എന്ന് പറഞ്ഞ അഹമ്മദാബാദ് എക്സ്പ്രസ് ആണ്. ഹൗറ അഹമ്മദാബാദ് എക്സ്പ്രസ് ആയിരുന്നു. ഇതാണ് ഭരൂച്ച് ബൈപ്പാസ് എന്ന് പറയുന്ന സ്ഥലം. ആ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ലൈനാണ് ബൈപ്പാസ് ലൈൻ. ഇവിടെ ഒരു മെമോ കിടപ്പുണ്ട്. ഭരൂച്ച്, സൂരത്ത്, വിരാർ, ബോറിവലി ബോർഡുള്ള. ബൈപ്പാസ് ലൈൻ ഒന്ന് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റില്ല. ഫ്ലൈറ്റിന് അപ്പുറത്തുണ്ട്, ഇപ്പുറത്തൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ മെയിൻ ലൈൻ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആണ്. അതുകൊണ്ട് ഒന്നിനു പുറകെ ട്രെയിനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആണ് ഭരൂച്ച് സ്റ്റേഷൻ. ഏതൊരു മെമുവിന് ഓവർടേക്ക് ചെയ്യാൻ തോന്നുന്നു ഇവിടെ വെച്ച്. ഭരൂച്ച് സ്റ്റേഷൻ കഴിഞ്ഞോടെ നർമ്മദാ നദിയാണ്. കഴിഞ്ഞ വർഷം അപ്പുറത്തെ സൈഡ് കാണിച്ചത്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡ് കണ്ടോ, അപ്പുറത്തെ റോഡ് ബ്രിഡ്ജ് ഉണ്ടോ, പൊളിയല്ലേ? പഴയ പോലെ ഉണ്ടോ? കമ്മിറ്റ് ചെയ്തതിനെ പഴയ പോലെ ഉണ്ട്.
ഭയങ്കര സ്മെല്ല് ഇവിടെ. ഇത് റെഗുലർ പാൻറ്റോഗ്രാഫിലെ ലോക്കോ കേട്ടോ. ഇതൊന്നും ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് അല്ല, റെഗുലർ പാൻറ്റോഗ്രാഫാണ്. ഗുജറാത്തിന് ഇൻറ്റീരിയേഴ്സോട്ട് തന്നെ പോകാൻ പറ്റില്ല. ഇവിടെ ഇനിയുണ്ട് കണ്ടെയ്നറിൻ്റെ ബാക്കി. ഇത് കോൺകോറിൻ്റെ ഡെപ്പോ ആണ്. ഇത് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആണ് ഡെപ്പോ. അതാണ് അങ്കലേശ്വർ സ്റ്റേഷൻ. അവിടെ WGD 5G കിടപ്പുണ്ട്, 4G കിടപ്പുണ്ടായിരുന്നു. ഇതാണ് അങ്കലേശ്വർ ജംഗ്ഷൻ. ആ WDG 4G കിടക്കുന്ന ലൈൻ എങ്ങോട്ട് പോകുന്ന ഒരു ലൈനാണ്. ആ ലൈനുള്ളതുകൊണ്ടാണ് ഇത് ജംഗ്ഷൻ സ്റ്റേഷൻ ആയത്. ഇതൊക്കെ എങ്ങോട്ട് പോകുന്ന ലൈനുകളാണെന്നുള്ളത് ഞാൻ എപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഇത് നമ്മൾ മാപ്പ് കൊണ്ട് ഫുൾ ടൈം നടക്കണം ഇത് പുറത്തിരിക്കണമെങ്കിൽ. ഇത് ഹൈവേയുടെ പാലമൊന്നും കണ്ടിട്ട്. അപ്പുറത്തായിട്ട് നമ്മുടെ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ നമ്മളെ ക്രോസ് ചെയ്ത് പോകും. നമ്മളെ ക്രോസ് ചെയ്തിട്ട് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഇത്രയും നേരം നമ്മൾ അഹമ്മദാബാദിന് മുമ്പ് വെച്ച് നമ്മളിതിനെ കണ്ടതാണ്. പിന്നെ നമ്മളിതിനെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. വർണ്ണാബാദ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ അടുത്തു കൂടെ വന്നു പോയി, അത്രേ ഉള്ളൂ. ഇതാണ് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. ഇവിടെ വെച്ച് നമ്മൾ ക്രോസ് ചെയ്യും. അപ്പോൾ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിലേക്ക് കയറുന്ന ലൈനാണിത്. ബോംബെ സൈഡിൽ നിന്ന് ഫ്ലൈറ്റിന് വേണമെങ്കിൽ DFCയിലോട്ട് കയറാം ഈ ലൈൻ വഴി. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ DFC നമുക്ക് പാരലായിട്ടുണ്ട്. ഈ DFC ഓപ്പറേഷനിലായി എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു ഫ്ലൈറ്റ് വരെ ഉണ്ടോ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞൊന്ന് നോക്കാം. ഈ DFCയുടെ പരിസര പ്രദേശത്തൊക്കെ കണ്ടെയ്നർ ഡിപ്പോസ് വരും. കാര്യം ഇവിടെ നമ്മൾ ലോഡിങ് അൺലോഡിങ് വളരെ എളുപ്പമുണ്ടോ. ഇത് ന്യൂ അങ്കലേശ്വർ സ്റ്റേഷനാണ് DFCയുടെ. അവിടെ ഒരു ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ കിടക്കുന്ന കാണാം. ഇത് നമുക്ക് DFCയിൽ മാത്രം കാണാൻ പറ്റുന്ന സാധനമാണ് ഇപ്പോൾ ഡബിൾ സ്റ്റാക്ക്. ഇനി അങ്ങോട്ട് നമുക്ക് വേറെ എവിടെയും ഡബിൾ സ്റ്റാക്ക് കാണാൻ പറ്റില്ല. ഇത് മിക്കവാറും ഇവിടുന്ന് ലോഡ് ചെയ്ത് ഇവിടുന്ന് തന്നെ പോകുന്ന റേറ്റ് ആയിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. ഇതാണ് കൊസംബ ജംഗ്ഷൻ സ്റ്റേഷൻ. ഇത് എന്നൊന്നുണ്ട് ജംഗ്ഷൻ ആയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടുന്ന് വേറെ എങ്ങോട്ട് ലൈൻ പോകുന്നൊന്നും ഒരു പറ്റിയില്ല. ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല നോക്കിയിട്ട്. സിഗ്നൽ പച്ചയാണ്, സ്പീഡ് റെസ്ട്രിക്ഷൻ ആണെന്ന് തോന്നുന്നു. പുറകെ നിന്ന് സൗരാഷ്ട്ര എക്സ്പ്രസ്സിന് വരാനുള്ള തിരക്കാണ് ഈ കാണുന്നത് മൊത്തം. അതിനിവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ അത് DFCയിലെ പച്ച സിഗ്നലുണ്ട്. പക്ഷേ DFC ഓട്ടോമാറ്റിക് സിഗ്നൽ എങ്ങാണ്ട് എപ്പോഴും പച്ചയായിരിക്കും. അത് നമുക്ക് DFC കൂടെ ട്രെയിൻ ഓടുന്ന ഇതുവരെ ക്യാപ്ചർ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. DFC കൂടെ ട്രെയിൻ ഓടുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഇതുവഴി പോയപ്പോഴേ DFC കൂടെ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ട്. ഇതാണ് ലഞ്ച്, മീൽസാണ്. ചപ്പാത്തി കൂടെ ഇനി വരാൻ ബാക്കിയുണ്ട്. എടുക്കാൻ പോയിട്ടേ ഉള്ളൂ. ഇങ്ങനെ പാത്രത്തിൽ വന്നായിരുന്നു കുറച്ച് നേരത്തെ. പക്ഷേ അതാണ് ചപ്പാത്തി എടുക്കാൻ പറഞ്ഞു, അവൻ തിരിച്ചു പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് വന്നിരിക്കുന്നത്. ലഞ്ചിനകത്തൊരു ചോറുണ്ട്, മല്ലിയിലേക്ക് ഇട്ടൊരു ചോറുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങും പട്ടാണിക്കുള്ള കറിയുണ്ട്, പനീർ കറിയുണ്ട്, ദാളുണ്ട്, ചപ്പാത്തി ഉണ്ട്. പിന്നെ ഒരു ടേസ്റ്റ് നോക്കാം എങ്ങനെയാണ് പനീർ കറിയുടെ.
നല്ല ചൂട് ചപ്പാത്തിയാണ്, സോഫ്റ്റാണ്. കുഴപ്പമില്ല, എന്തോ മിസ്സിങ് ഉണ്ട്. ഉരുളക്കിഴങ്ങ് കറി, ഇത് വളരെ പൊളിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ സൂരത് സ്റ്റേഷനിലേക്ക് എത്തി. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ട്രെയിൻ പ്ലാറ്റ്ഫോമിലോട്ട് കയറിയത്. പിടിക്കാൻ പറ്റിയില്ല. ഇതിനു മുമ്പ് തപി നദിയുടെ പാലുണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. ഇതാണ് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. അവിടെ ഒട്ടും ഷെൽട്ടർ ഇല്ല. റിപ്പീറ്റർ സിഗ്നൽ ഓഫാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഫുഡ് ഉണ്ടായിരുന്നു, ഖമൻഡോക്കളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മേടിച്ച് കഴിക്കായിരുന്നു. ഒരുപാട് പേര് നമ്മൾ കോച്ചിയിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിൽ ആൾക്കാർ ലോങ് ഡിസ്റ്റൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിടും, ഇവിടെ വഴിക്ക് ഇറങ്ങും, എന്നിട്ട് കാലി സീറ്റ് പോവും, നമുക്കത് കൺഫേം ആവുകയില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. അങ്ങനെ സൂരത്തിൽ നിന്നും പുറപ്പെട്ടു. ഈ സ്റ്റേഷനിൽ മേജർ റീഡെവലപ്മെൻറ്റ് വർക്കാട്ടോ നടക്കുന്നത്. മുകളിൽ ഇത്ര നീളത്തിലെ ഡെക്കുമാണ് വരുന്നവർ. ഇത്രയും വലിയ ഡെക്കിൽ എന്താണോ വരാൻ പോകുന്നത്. കാണുന്നത് തിരക്കൊത്തം നമ്മുടെ പുറകെ വരുന്ന സൗരാഷ്ട്രകളതാണ്. സിലിഗുഡി ഷെഡിൻ്റെ P7 3783. ഞാൻ സിലിഗുഡി ഷെഡിൻ്റെ പീസാണ് അത് ഇടുന്നത് കാണുന്നത്. ഓർമ്മ കിട്ടുന്നില്ല നമ്മൾ കാണേണ്ടത്. 3783. അപ്പുറത്തൊരു വാപ്ഫൈ കിടക്കുന്നു, അമൃത് ഭാരത് വാപ്ഫൈ. വൽസാഡിന് ഒരു P4 കിടക്കുന്നു, 22540. അപ്പോൾ ഇവിടെ ലെഫ്റ്റിലേക്ക് കാണുന്നതാണ് ഉദ്ന യാർഡ്. ഇതിനകത്ത് കുറേ പിറ്റ് ലൈനുകളും മെയിൻ്റനൻസ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ഇതാണ് ഉദ്ന ജംഗ്ഷൻ. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈന് നന്ദുർബാർ, അങ്ങനെ ജൽഗാവിലേക്ക് പോകുന്ന ലൈനാണ്. ഇതുവഴി ഇപ്പം നവജീവൻ എക്സ്പ്രസ് വരാനുണ്ട്, അടുത്തെത്തിയിട്ടുണ്ട് ഏകദേശം. നമ്മൾ ഇത്രയും നേരം കാത്തു നിന്നാണ് ഇപ്പോൾ DFC കൂടെ ട്രെയിൻ പോയിക്കഴിഞ്ഞത്. ഇവിടെ നമ്മുടെ ലൈനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിംഗിൾ ലൈൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ജൽഗാവ് ലൈനിൻ്റെ ഓപ്പോസിറ്റാണ്, ബൈപ്പാസ് ലൈനാണ്. അതിനപ്പുറത്തുള്ള 2 ലൈൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ലൈനാണ്. അതുവഴി ഇപ്പോൾ ഒരു ഫ്രൈറ്റർ പോയി. ഈ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ വഴി അവർ പാസഞ്ചർ ട്രെയിൻ ട്രയൽ നടത്തിയിട്ടില്ല തോന്നുന്നു. ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൽ ഒരു പാസഞ്ചർ ട്രെയിൻ ട്രയൽ നടത്തിയായിരുന്നു. സച്ചിൻ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വെച്ച് ഏതൊരു ട്രെയിൻ ഓവർടേക്ക് ചെയ്തായിരുന്നു. മിൻഡോല
പാലത്തിൽ എന്തോ പണി നടക്കണമെന്ന് തോന്നുന്നു. സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. km/h സ്പീഡ് റെസ്ട്രിക്ഷൻ വെറുതെ അല്ല. സ്വരാജ് എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ വൽസാഡ് എത്താറായി തോന്നുന്നു. വൽസാഡ് സ്റ്റേഷൻ. കുറച്ച് നേരത്തേക്ക് ചറപറാന്ന് ക്രോസിങ്സ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം വരുന്നുണ്ട്. അതൊരു ഹംസഫർ എക്സ്പ്രസ് ആണ്. അത് ലിംഗംപള്ളി അജ്മേരോ അങ്ങനെ എന്തോ വരുന്നത്. ഇതാണ് ഉദുവാഡ. ഉദുവാഡ എന്ന് പറയുന്നത് നമ്മുടെ പാർസീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പിൽഗ്രിം പ്ലേസാണ്. നമ്മുടെ ലക്ക് നോക്കണേ. നമ്മളിപ്പോൾ ഒരു ഫ്രൈഡറിന് ഓർഡർ ചെയ്തു KFC-യിൽ. നമ്മൾ പിടിക്കാൻ നിൽക്കുമ്പോൾ ഈ സാധനം ഒന്നും വരില്ല. വാപ്പി സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. ക്രോൾ ത്രൂ എന്ന് പറയാം. നമ്മളിപ്പോൾ അതൊക്കെ പോകുന്നത്. ഇവിടെ പശ്ചിം എക്സ്പ്രസ് വരാനായിട്ടിടുന്നു. അതിൻ്റെ നമ്പർ കാണിക്കുന്നത് 2925. hours സൂര്യനഗരി എക്സ്പ്രസ് വരും. ബാൻഡ്ര ടെർമിനസ് ബറൗണി.
എന്നെഴുതിയ ഒരു ട്രെയിനിൻ്റെ റേക്ക് കൂടെ കിടക്കുന്നുണ്ട്. വാപ്പിയിൽ നമ്മുടെ കൂടി അടുത്തുള്ള പ്ലാറ്റ്ഫോമിൽ ഏതൊരു ട്രെയിനിൻ്റെ റേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. ഈ വരുന്ന പശ്ചിം എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. പത്രാത്തൂന്ന് 31317 ആയിരുന്നു. അപ്പോൾ ഹൈറേസ് പാൻറ്റുമാണ്. നമുക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഇവൻ ആ സമയത്ത് ഓടിയെത്തി നമ്മുടെ കൂടെ. നമ്മൾ വീണ്ടും അവനെ ഓട്ടേക്ക് ചെയ്തു. കെമിക്കൽ മണം സഹിക്കാൻ പറ്റുന്നില്ല. അസഹനീയമായ കെമിക്കൽ മണം. ഏതോ ഒരു പാസഞ്ചർ ട്രെയിനാണ്. അതിനോട് ലൂപ്പിൽ പിടിച്ചിട്ട് ഏതോ വണ്ടി ഓവർടേക്കാൻ വരുന്നുണ്ട്. വിരാട് സ്റ്റേഷനായിരുന്നു. മഹാരാഷ്ട്രയിലോട്ട് കയറിയിട്ട് മഹാരാഷ്ട്രയിലോട്ട് കയറുന്നതിൻ്റെ ബോർഡ് പിടിക്കാൻ പറ്റിയില്ല. അത് സഡനായിട്ടൊക്കെ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഡഹാനു റോഡ് സ്റ്റേഷനിലോട്ട് എടുക്കുന്നു. അപ്പോൾ ഈ ഡഹാനു റോഡ് സ്റ്റേഷൻ്റെ ഈ പ്രദേശത്തായിട്ട് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ വേറൊരു അലൈൻമെൻറ്റിലാണ് പോകുന്നത്. അത് തിരിച്ചു വരും. പിന്നെ വൈറ്ററിൽ നിന്ന് വീണ്ടും അലൈൻമെൻറ്റ് മാറിപ്പോകും. ഈ ഡഹാനു റോഡ് സ്റ്റേഷനിൽ എല്ലാ പ്രാവശ്യം അപ്പുറത്തെ സൈഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചാൽ പ്രാവശ്യം. ഡഹാനു റോഡ് നിലവിൽ മുംബൈ സബർബൻ സിസ്റ്റത്തിൻ്റെ ഒരു ടെർമിനൽ സ്റ്റേഷനാണ്. ഇങ്ങോട്ട് ഫ്രീക്വൻറ്റ് സർവീസസ് ഇല്ല, കുറച്ച് സർവീസസ് ഇങ്ങോട്ട് വരുന്നുള്ളൂ. മെയിൻ സർവീസ് എല്ലാം വിരാർ വരെയാണ് വരുന്നത്. ഇപ്പോൾ ഹോൾട്ടില്ല, സിഗ്നൽ മാറി. ഡഹാനു रोड आधा घंटा വഡോദരയുടെ 37816 ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുക. ഇത് ഇവിടുന്ന്
വഡോദര ഡഹാണി റോഡ് പാസഞ്ചറാണ്. വഡോദര ഡഹാണി റോഡ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പാസഞ്ചറല്ല. ഇങ്ങനെയൊക്കെ ട്രെയിൻ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടർ പച്ചയായി, നമ്മൾ കയറിയപ്പോൾ ആംബറായിരുന്നു. കാണുന്നൊരു പവർ പ്ലാന്റ് ആണ്. ഈ കാണുന്ന പണി സബർബൻ കോറിഡോർ എക്സ്റ്റൻഷൻ്റെ ആണ്. വിരാറിൽ അവസാനിപ്പിക്കുന്ന സബർബൻ കോറിഡോറിനെ അവർ ഡഹാണി റോഡ് ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. വാൻഗാം സ്റ്റേഷനാണ്, വാൻഗാം. ബാംഗ്ലൂർ ബിക്കാനേർ എക്സ്പ്രസ് ആയിരുന്നു അത്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വാപ്പ് 4 ഹോളിലെ ട്രെയിൻ കയറി വരുന്നുണ്ട്. സമയം വെച്ചിട്ട് കർണാവതി എക്സ്പ്രസ് ആയിരിക്കണം. അതന്നെ മുംബൈ അഹമ്മദാബാദ് കർണാവതി എക്സ്പ്രസ്. നമ്മൾ വൈറ്ററിനെ കഴിഞ്ഞ് ജസ്റ്റ് വിരാറിലൂടെ എടുക്കുന്നു. WDFC ഇവിടുന്ന് വേറെ അലൈൻമെൻറ്റ് എടുത്ത് പോയി. ഇതാ പോകണം WDFC കണ്ടപ്പോൾ ഒന്നുണ്ടാവും. ആ WDFCനെ നമ്മളിനി ഏകദേശം എനിക്കൊന്ന് ഖാർബാവോ അങ്ങനെയാണ്ട് ആണ് കാണുന്നത്. നമ്മൾ ബസ്സായി കഴിഞ്ഞിട്ട് നമ്മുടെ ദിവാ റോഡിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുള്ളൂ. അപ്പോൾ ഒന്നാണ് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന അലൈൻമെൻറ്റ് എനിക്ക് തോന്നുന്നു WDFC എന്നുള്ള എക്സിറ്റ് ലൈൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ബോംബെ റൂട്ടിൽ വന്നിട്ട് ബോംബെ ലോക്കലുണ്ടില്ലെന്ന് പറയണ്ട. നമ്മൾ വിരാറിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വൈത്തറിനെ പാസ് ചെയ്തപ്പോൾ ഇങ്ങനെ പതുക്കെ ഒട്ടിക്കൊണ്ടിരിക്കുക. എന്താ സംഭവം എന്നറിയില്ല. ആംബർ സിഗ്നൽ ആയിരുന്നു. സിഗ്നലിൻ്റെ ആണോ സ്പീഡ് റെസ്ട്രിക്ഷനാണോ എന്നറിയില്ല. വിരാർ സ്റ്റേഷനിലുള്ള റൺട്രോ ആണ്.
വിരാർ കാർ ഷെഡ്. വിരാർ കാർ ഷെഡിലെ ഈ പ്രദേശത്തിലെ ഏറ്റവും വലിയ കാർ ഷെഡുകളൊന്നാണ് വിരാർ കാർ ഷെഡ്. अहमदाबाद डबल डेकर एक्सप्रेस. ഒരു വാപ്സാൻ ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട്. ഭഗത് കി കോട്ടിയുടെ വാപ്സാനാണ്. 37652. പോകണമെങ്കിൽ പോകണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നമ്മളോട് പുറത്ത് പിടിച്ചിട്ടതാണ്. ഇറങ്ങി വന്ന് താമസിച്ചത്. അപ്പോൾ നമ്മളങ്ങനെ വസായി റോഡ് സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. വെയിലിന് നല്ല ചൂട്ടോ. രാവിലെ അടിപൊളി തണുപ്പായിരുന്നു ഗുജറാത്തിൽ. കുറച്ച് നേരം വരെ ഒരു 2 മണിക്കൂർ മുന്നേ വരെ എൻ്റെ കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ മുന്നെയാണ് കോട്ട് മാറ്റിയത്. നല്ല ചൂട് തുടങ്ങുമ്പോൾ കോട്ട് മാറ്റിയതാണ്. ഇവിടെ ഇപ്പോൾ വെയിലിന് അടിപൊളി ചൂട്. പ്ലാറ്റ്ഫോം 7 ആണ്. നമ്മൾ വസായി റോഡ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോം 7ലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ഈ ട്രെയിനിൽ നിന്ന് പതിവ് പ്ലാറ്റ്ഫോം. ഈ കാണുന്ന തിരക്ക് നമുക്കുള്ളതല്ല കേട്ടോ. ഒരു ദിവ പാസഞ്ചർ പോകാനായിട്ട് അതിനുള്ള തിരക്കാണ്. നിൽക്കുന്ന നമ്മുടെ ട്രെയിൻ ചാർജ് എടുക്കാനുള്ള ഗാർഡാണ്. പുള്ളിക്ക് നമ്മുടെ ട്രെയിൻ ചാർജ് എടുക്കും. പുള്ളിയാണ് ഈ രത്നഗിരി വരെ ഡ്യൂട്ടി ചെയ്യുന്നത്. ഈ തിരക്കിൽ കുറച്ച് നമ്മുടെ ട്രെയിനിന് കയറാനുള്ളതാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം തിരക്ക് നമുക്കുള്ളതല്ല. അപ്പോൾ ഈ പാട്ടത്തെ വീഡിയോ നല്ല ലെങ്ത് ആണെന്നുണ്ടോ. ഈ പാട്ട് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് വസായി റോഡിൽ നിന്ന് പുറപ്പെടുന്നിടന്നില്ല. നമുക്ക് പുതിയ പാട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടെന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് വിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. ബൈ.